തൊടുപുഴയിലെ ജനങ്ങളെയും ചേർത്ത് പിടിച്ച് തൊടുപുഴയിൽ വലിയൊരു വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നേറ്റം കുറിച്ച നമ്മുടെ ജനകീയ MLA ശ്രീ PJ ജോസഫ് ഇതായി വേദിയിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ ഈ മഹനീയ സംരംഭം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം വലിയ തിരക്കിലും ഈ വേദിയെ സംബന്ധിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട്. മുട്ടം ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് മുട്ടം നിവാസികളുടെ ചിരകാല സ്വപ്നം പൂവണിയുകയാണ്. ഡിജിറ്റൽ സർവേ നടപടികൾക്ക് ഇന്ന് ഇവിടെ തുടക്കമാവുകയാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി പൊതുജന പങ്കാളിത്തത്തോടെ ഡിജിറ്റൽ സർവേ നടപടികൾ എന്റെ ഭൂമി എന്ന പോർട്ടൽ മുഖേന പൊതുജനത്തിന് ഓൺലൈൻ സേവനം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ രാജ്യത്താകമാനം മാതൃകയാവാൻ കഴിയുന്ന തരത്തിൽ ഭൂമി സംബന്ധിച്ച് സുതാര്യവും വേഗത്തിലും സേവനം ലഭ്യമാക്കുന്ന വിധം സമഗ്രമായ ഒരു ഡാറ്റാബേസ് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ സർവേ നടപടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. നമുക്ക് മുന്നേറാം. സർക്കാർ ഒപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മേഴ്സി ദേവസ്യ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയാണ്. ലോകത്തിന്റെ അധ്യക്ഷയായി മുട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മേഴ്സി ദേവസ്യ അവരുടെ ക്ഷണിക്കുകയാണ്. നമുക്ക് യോഗ നടപടികൾ ആരംഭിക്കാം. ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന. യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഷാജി ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് ഡയറക്ടർ റീസർവേ തൊടുപുഴ. ബഹുമാനപ്പെട്ട MLA, വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, ജനപ്രതിനിധികളെ, സദസ്സിലിരിക്കുന്നവർ, സഹപ്രവർത്തകർ, മറ്റ് വിശിഷ്ട സഹപ്രവർത്തകർ, ഞാൻ ഇന്ന്
നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് മുട്ടം വില്ലേജിലെ ഡീറ്റെയിൽ സർവേ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ്. എല്ലാവർക്കും നമ്മുടെ കേരള സർക്കാരിന്റെ ഈ ആപ്തവാക്യം എന്ന് പറയുന്നത് എന്ന് പറയുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നാണ് കേരള സർക്കാരിന്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം നിറവേറ്റുന്നതിന്റെ ഭാഗമായിട്ടാണ് കേരള സർക്കാർ 1666 വില്ലേജിലും ഡീറ്റെയിൽ സർവേ നടത്തുവാൻ തീരുമാനിച്ചത്. ഈ ഡീറ്റെയിൽ സർവേ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ വാർഡ് സഭ, ജാഗ്രതാ സമിതി അങ്ങനെ പല മീറ്റിങ്ങുകൾ നടത്തി എല്ലാവരെയും ബോധവൽക്കരിച്ച് നടത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇത് ഈ ഡീറ്റെയിൽ സർവേയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് നമ്മുടെ വിരൽത്തുമ്പിൽ ലാൻഡ് സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുക എന്ന് പറഞ്ഞാൽ ലാൻഡ് സംബന്ധമായ സർട്ടിഫിക്കറ്റുകൾ, ലാൻഡ് സംബന്ധമായ ഏത് രേഖകളും നമുക്ക് സ്വന്തം മൊബൈലിലോ വീട്ടിലുള്ള ലാപ്ടോപ്പ് മറ്റ് സിസ്റ്റത്തിലൂടെ ലഭ്യമാക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ പല ഓഫീസുകളിൽ കയറിയിറങ്ങി മാത്രമേ സർട്ടിഫിക്കറ്റുകളും രേഖകളും നമുക്ക് ലഭ്യമാകുകയുള്ളൂ. അത് പല ദിവസങ്ങളിൽ കയറിയിറങ്ങി നടക്കണം, പല ഓഫീസുകളിൽ കയറിയിറങ്ങി നടക്കണം. നമ്മുടെ ജോലിക്ക് പോകുന്നവരെ ജോലി നഷ്ടപ്പെടുത്തി വേണം ഇതിന്റെ പുറകെ നടക്കുവാൻ. അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി സർക്കാർ കൊണ്ടുവന്ന പ്രോജക്റ്റാണ് ഡീറ്റെയിൽ സർവേ. ഈ ഡീറ്റെയിൽ സർവേയിലൂടെ നമ്മുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മൊബൈൽ ഉണ്ടെങ്കിൽ ആ മൊബൈലിലൂടെ സ്വന്തം സ്ഥലത്തിന്റെ വിസ്തീർണം, പ്ലാന്, അതിന്റെ പേരുവിവരങ്ങൾ കണ്ടുപിടിക്കുവാനും വീട്ടിൽ മൊബൈലോ ലാപ്ടോപ്പോ സിസ്റ്റമോ ഒന്നും ഇല്ലാത്ത തന്നെ അക്ഷയ സെന്ററിലോ ഡീറ്റെയിൽ സർവേ കേന്ദ്രത്തിലോ സർവേ സേവന കേന്ദ്രത്തിൽ പോയാൽ ഈ രേഖ നമുക്ക് ലഭ്യമാക്കുകയും നമ്മുടെ സ്ഥലത്തിന്റെ വിസ്തീർണവും പേരുവിവരങ്ങളും എല്ലാ സകല വിവരങ്ങളും ലഭ്യമാക്കുകയും ചെയ്യും. അതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ ഡീറ്റെയിൽ സർവേയിലൂടെ നമുക്ക് പലവിധ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമായിട്ട് വരും, അതിലെ സ്കെച്ചുകൾ ആവശ്യമായിട്ട് വരും. എന്നാൽ അത് ഓൺലൈനായിട്ട് ലഭ്യമാക്കുവാനും സഹായിക്കും. ഡീറ്റെയിൽ സർവേ പ്രോജക്റ്റിലൂടെ പല എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത് അത് പരിഹരിക്കുവാനും സാധിക്കും. നമ്മുടെ ലോകത്തിന് ഏത് മുക്കിന് മൂലം ഏത് ഭാഗത്തിരുന്നാലും ഈ സേവനങ്ങൾ നമുക്ക് ലഭിക്കും. അതാണ് എല്ലാ രേഖകളും സ്മാർട്ട് എന്ന് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇനി എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. എന്റെ കർത്തവ്യം എല്ലാവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ മീറ്റിംഗിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന മുട്ടം പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മേഴ്സി ബാബു അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ പ്രിയങ്കരനായ MLA, തൊടുപുഴ നിയോജകമണ്ഡലത്തിലെ പ്രിയങ്കരനായ MLA PJ ജോസഫ് അവരുടെയും ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ ഈ യോഗത്തിൽ വിഷയം അവതരിപ്പിക്കുന്ന സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ, വിഷയാവതരണം നടത്തുന്ന സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ പ്രകാശ് വി അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതേപോലെ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഗ്ലോറി കെ പൗലോസ് അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NK ബിജു അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അതുപോലെ മുട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജോ ജോൺ അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് മുട്ടം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അരുൺ ചെറിയ അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്
അതുപോലെ മുട്ടം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ ശ്രീമതി ഡോളി രാജു അവരുടെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2-ാം വാർഡ് മെമ്പർ സൗമ്യ സാജമേൻ അവരുടെ ശ്രീമതി സൗമ്യ സാജമേൻ അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ 6-ാം വാർഡ് മെമ്പർ ശ്രീ ജോസഫ് അവരുടെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതേപോലെ 9-ാം വാർഡ് മെമ്പർ ശ്രീമതി കുട്ടിയമ്മ മൈക്കിൾ അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതേപോലെ 13-ാം വാർഡ് മെമ്പർ ശ്രീ റെജി ഗോപി അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മുടെ ഈ ഡീറ്റെയിൽ സർവേ ജോലികൾ ഭംഗിയായി നിർവഹിക്കുവാൻ ഈ മുട്ടം വിജയപ്പെട്ട മുട്ടം ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട എല്ലാവരുടെയും സഹായ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇത് കർത്തവ്യത്തിൽ വരുന്നു. നമ്മൾ ഈ ഡിജിറ്റൽ സർവേ ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ തൊടുപുഴയുടെ MLA ശ്രീ വിജയ് ജോസഫ് സാറ്, അതുപോലെ തന്നെ നമ്മുടെ മുട്ടം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ബിജോയ് ജോണ്, സ്വാഗതം ആശംസിച്ച ഷാജി കെ പണിക്കർ സാറ്, നമ്മുടെ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ എൻ കെ ബിജു, മുട്ടം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ബിജോയ് ജോണ്, നമ്മുടെ എല്ലാ സഹമെമ്പർമാരായ പിമ ചേച്ചി, രജി ഗോപി, അരുൺ ചെറിയൻ, ജോസ് കടുത്തറക്കുഴല്, ഇവിടെ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ജിദ്ദുമായി ബന്ധപ്പെട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന സ്റ്റാഫ് അംഗങ്ങൾ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, നമ്മുടെ സേവനം, നമ്മുടെ ഭൂമിയിൽ സേവനം വിരൽത്തുമ്പിൽ എന്ന ലക്ഷ്യത്തോടുകൂടി നമ്മൾ സർവേ ആരംഭിക്കുകയാണ്. മുട്ടം പഞ്ചായത്തിന്റെ സർവേ ആരംഭിക്കുകയാണ്. ഇടുക്കി ജില്ലയിൽ പല പഞ്ചായത്തുകളിലും നമ്മൾ സർവേ നടത്തി അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മുടെ മുട്ടത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സർവേ നടത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണ്. കാടും മലയൊന്നും ഇല്ലാത്ത നല്ല സ്ഥലം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സർവേ നടത്തിയെങ്കിലും നമുക്ക് നമ്മുടെ ആൾക്കാരെ അറിയിക്കാനോ ഒന്നും സാധിക്കാതെ നമ്മൾ ചെന്നു നമ്മൾ ജീവനക്കാരി എന്ന് സർവേ നടത്തി. ഈ പ്രാവശ്യം അതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെന്ന് ആ വീട്ടുകാരെ അറിയിച്ച് അവരുടെ ശരിക്കുള്ള അതിരുകൾ നിശ്ചയിച്ച് അതേ രീതിയിലാണ് നമ്മൾ സർവേ നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും സഹകരണം ഈ ഒരു കാര്യത്തിന് വളരെ അത്യാവശ്യമാണ്. നമ്മൾ സഹകരിച്ചെങ്കിൽ മാത്രമേ നമുക്കിപ്പോൾ ഒരു ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എവിടെ ഇരിക്കുന്നവർക്കും നമ്മുടെ ഭൂമിയെ പറ്റിയുള്ള സർവ്വകാര്യങ്ങളും അറിയാൻ നമുക്ക് സാധിക്കും. അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനാണ് നമ്മുടെ ഈ ഉദ്യോഗസ്ഥരിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ ഈ കെട്ടിടത്തിലാണ് നമ്മുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. നമുക്ക് ഏത് സമയത്തും ടൗണിൽ വരുമ്പോൾ അവരുമായിട്ട് ബന്ധപ്പെടുന്നതിനും നമ്മുടെ കാര്യങ്ങൾ അവരോട് സംസാരിക്കുന്നതിനും നമ്മൾ വളരെ എളുപ്പമായിരിക്കും. ആ കാരണം കൊണ്ട് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ സർവേ ഉദ്ഘാടനം ചെയ്തിട്ട് വേണ്ടി നമ്മുടെ തൊടുപുഴ നിയോജക മണ്ഡലം MLA ജോസഫ് സാറിനെ ഏറ്റവും ആദരവോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. അധ്യക്ഷത അലങ്കരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മേഴ്സി രഹസ്യ, ഈ അധ്യക്ഷതയിലുള്ള ശ്രീ എൻ കെ ബിജു, ശ്രീ ബിജോയ് ജോൺ,
മറ്റ് ജനപ്രതിനിധിയുടെ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥർ ശ്രീ ഷാജി കെ പണിക്കർ, ശ്രീ പ്രകാശ് വി, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഭൂമി സംബന്ധമായ എല്ലാ കാര്യങ്ങളും എൻ്റെ ഭൂമി എന്ന പോർട്ടലിൽ ലഭ്യമാക്കാൻ നടന്ന ഒരു പരിശ്രമമാണ്. അപ്പോൾ ഡിജിറ്റലാകുമ്പോൾ നമ്മുടെ കയ്യിലെ മൊബൈൽ ഫോണിലോ അതല്ലെങ്കിൽ ലാപ്ടോപ്പിലോ അതല്ലെങ്കിൽ നമ്മൾ ഈ അക്ഷയ സെന്ററിൽ പോയി ആവശ്യപ്പെട്ടാൽ കൃത്യമായി ഭൂമി സംബന്ധിച്ച് ഉദ്യോഗസ്ഥ സംബന്ധിച്ച് അതിർത്തിയെ സംബന്ധിച്ചെല്ലാം കഴിയും. അത് വലിയ സേവനമാണ്, ഒരു വ്യക്തത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ സംരംഭത്തിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. ഇതൊക്കെ അപ്പോൾ ഇന്ന് ഡിജിറ്റൽ സർവേ മൊത്തം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഡിജിറ്റൽ സർവേയുടെ ഓഫീസ് നാളെ കുറിച്ച് ബഹുമാനപ്പെട്ട MLA PJ ജോസഫ് അവർ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്.
അടുത്തതായി വിഷയ അവതരണം നടത്തുന്നതിന് വേണ്ടി ശ്രീ പ്രകാശ് ബഹുമാനപ്പെട്ട സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ ഇടുക്കിയെ ക്ഷണിച്ചിരുന്നു. ആദരണീയായ മുക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ശ്രീമതി മേഴ്സി ദേവസ്യ, നമ്മുടെ ഈ ഡിജിറ്റൽ സർവേ ക്യാമ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം പൂർത്തീകരിച്ച തൊടുപുഴയുടെ ബഹുമാനീയനായ MLA ശ്രീ PJ ജോസഫ് സാർ അവർ ഇന്നിവിടെ സ്വാഗതം ആശംസിച്ച അസിസ്റ്റന്റ് ഡയറക്ടർ ഷാജി K. പണിക്കർ, ഇതിന്റെ ആശംസകൾ നേരാൻ എത്തിയിട്ടുള്ള ശ്രീമതി ലോറി K. പൗലോസ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തൊടുപുഴ, ശ്രീ NJ ബിജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തൊടുപുഴ, ശ്രീ ബിജോയ് ജോൺ, ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുക്കം, ശ്രീ അരുൺ ചെറിയാൻ, ബഹുമാനപ്പെട്ട ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുക്കം ഗ്രാമപഞ്ചായത്ത്, ശ്രീമതി ഷൈജ ജോമോൻ, ബഹുമാനപ്പെട്ട വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുക്കം ഗ്രാമപഞ്ചായത്ത്, ശ്രീമതി ഡോളി രാജു, വാർഡ് മെമ്പർ, ശ്രീമതി സൗമ്യ സാജാജിൻ, 2ാം വാർഡ് മെമ്പർ, ശ്രീ മാത്യു ജോസഫ്, 5ാം വാർഡ് മെമ്പർ, ശ്രീ ജോസ് ജോസഫ്, 6ാം വാർഡ് മെമ്പർ, ശ്രീമതി ടെസി സതീഷ്, 8ാം വാർഡ് മെമ്പർ, ശ്രീമതി കുട്ടിയമ്മ മൈക്കിൾ, 9ാം വാർഡ് മെമ്പർ, ശ്രീമതി ഷേർലി അഗസ്റ്റിൻ, 10ാം വാർഡ് മെമ്പർ, ശ്രീമതി റെൻസി സുനീഷ്, 11ാം വാർഡ് മെമ്പർ, ശ്രീ രജി ഗോപി, 13ാം വാർഡ് മെമ്പർ. ഇതിന് നന്ദി പ്രകാശിപ്പിക്കാൻ വന്നിട്ടുള്ള നമ്മുടെ തൊടുപുഴ സർവേ സൂപ്രണ്ട് ശ്രീമതി ശൈലജ KH, ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിട്ടുള്ള ഉദ്യോഗസ്ഥ പ്രമുഖരെ, നല്ലവരായ നാട്ടുകാരെ, ഭൂവുടമകളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സർക്കാരിന്റെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ളതും ഇന്ന് കേരളം എക്കാലവും ഉറ്റുനോക്കുന്നതിനും അതോടൊപ്പം തന്നെ കേരളം ഒരു മാതൃകയായിട്ട് ഇന്ന് ഡിജിറ്റൽ സർവേ ലോകത്തെമ്പാടും, ഈ കേരളത്തിൽ മാത്രമല്ല ഇന്ന് ലോകോത്തരമായിട്ട് 4 രാജ്യങ്ങളിലാണ് ഈ ഡിജിറ്റൽ സർവേ ഇതേ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് പൂർണ്ണമായിട്ടും ഡിജിറ്റലായി തന്നെ ഭൂമി അളന്ന് ഡിജിറ്റലായി തന്നെ സേവനങ്ങൾ നൽകുന്നതിന് ഇന്ന് കേരള ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്ന 1666 വില്ലേജുകളിൽ 1550 എണ്ണം പൂർണ്ണമായിട്ടും ഡിജിറ്റലൈസ് ചെയ്ത് മുന്നോട്ട് എഴുതുന്നതിനുള്ള ഈ ഉദ്യമത്തിൽ ഏകദേശം ഒരു 40% പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയും ഇന്ന് ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഫേസിൽ നമ്മൾ 13 വില്ലേജുകളും, സെക്കൻഡ് ഫേസിൽ ഒരു 12 വില്ലേജുകളും, തേർഡ് ഫേസിൽ 10 വില്ലേജുകളുമായിട്ട് മുന്നേറുകയാണ്. അതിൽ ഫസ്റ്റും സെക്കൻഡും ഏകദേശം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സർവേ അതിന്റെ കരട് വിജ്ഞാപനം നടത്തി വന്ന് പൂർത്തീകരിച്ചതിന്റെ സർവേ ബൗണ്ടറീസ് ആക്ട് പ്രകാരം 9 പ്രസിദ്ധീകരിച്ച് അതിനുശേഷം ഇത് പൂർണ്ണമായിട്ടും എല്ലാ അളവുകളും പൂർത്തീകരിച്ച് റവന്യൂ ഭരണത്തിന് കൈമാറുന്ന ചടങ്ങാണ് സെക്ഷൻ 13 നോട്ടിഫിക്കേഷൻ. അങ്ങനെ നമ്മുടെ ഇടുക്കി ജില്ല ഇന്ന് ആദ്യമായി കുറെ നാളുകൾക്ക് ശേഷം ഡിജിറ്റലായിട്ട് ആദ്യം വളർന്ന വില്ലേജായ ചതുരംഗപ്പാറ വില്ലേജ് ഇന്ന് 4 മണിക്കുള്ള ഗസറ്റ് വിജ്ഞാപനത്തിൽ നമ്മുടെ വില്ലേജ് ഈ ജില്ലയെ പ്രതിനിധീകരിച്ച് വരും എന്നുള്ളതിൽ നമുക്ക് ആഹ്ലാദമുണ്ട്. അതിന് നമുക്ക് സന്തോഷിക്കാം. ആ സന്തോഷം നിങ്ങളുടെ മുമ്പിലേക്കായി ഞാൻ പങ്കുവയ്ക്കുകയാണ്. നമുക്കറിയാം ഏറ്റവും വലിയ പ്രയാസങ്ങൾ നേരിട്ടാണ് ഇത്രയും വലിയ ഇപ്പം മുട്ടത്തെ സംബന്ധിച്ചെടുത്ത് വലിയ കാടും അതേപോലെ തന്നെ ചെങ്കുത്തായ പ്രദേശങ്ങൾ കുറവാണെന്നാണ് നമ്മുടെ ബഹുമാനിയായ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം നമ്മൾ ചെല്ലുമ്പോൾ ആറ്റൂർ തീരമാണെങ്കിലും മറ്റുള്ള തീരങ്ങളാണെങ്കിലും എല്ലാം കാട് പിടിച്ച് കിടക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരികയും
ഇന്ന് ഈ ഡീറ്റെയിൽ സർവേ എന്താണ്, ഇതിന്റെ ലക്ഷ്യം എന്താണ്, ഇതുകൊണ്ട് ജനങ്ങൾക്ക് എന്ത് പ്രയോജനമുണ്ട്, പഞ്ചായത്തിന് എന്തൊക്കെ കാര്യങ്ങൾ നേടാൻ കഴിയും, അതോടൊപ്പം തന്നെ ഈ സേവനങ്ങൾ ലോകോത്തര മാതൃകയിൽ എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും എന്നതിനെ കുറിച്ച് ചെറിയ കാര്യങ്ങൾ മാത്രമാണ് എനിക്കിന്നിവിടെ പറയാനുള്ളത്. ഇന്ന് സംസ്ഥാനത്ത് രൂപം പ്രാപിച്ചിട്ടുള്ള ഈ ഡിജിറ്റൽ സർവേ എല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് എന്ന് പറയുന്നത് ജനങ്ങൾക്കുപരി ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഈ ഗ്രാമപഞ്ചായത്ത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉപഭോക്താവെന്ന് ഞാൻ പറയുകയാണ്. കാരണം നമ്മുടെ പൊതുജനങ്ങളുടെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി പൊതുജനങ്ങളുടെ വകയായിട്ട് നമ്മൾ പബ്ലിക്കായിട്ടുള്ള പുറമ്പോക്കുകളായാലും സ്ട്രീറ്റ് ആയിട്ടുള്ളത് അങ്ങനെയുള്ള സ്ഥലങ്ങളുടെ സംരക്ഷണം 1994 പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നപ്പോൾ നേരത്തെ നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് നോക്കി നടത്തിയിരുന്ന ഈ സ്ഥലങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള അവകാശം പഞ്ചായത്തിലേക്ക് കൈമാറിയിരിക്കുകയാണ്. ഇന്ന് ഈ കാണുന്ന എല്ലാ പൊതുസ്ഥലങ്ങളുടെ അവകാശത്തിന്റെ നാഥൻ എന്ന് പറയുന്നത് അതത് പഞ്ചായത്ത് തന്നെയാണ്. അപ്പോൾ ആ പൊതുസ്ഥലങ്ങൾ എത്രയുണ്ടെന്നും എവിടെയൊക്കെയുണ്ടെന്നും അതിന്റെ വിസ്തൃതി എന്താണെന്നും പഞ്ചായത്തിന്റെ വകയായിട്ട് എത്ര ഭൂമിയുണ്ടെന്നും ഏതെല്ലാം റോഡുകളുണ്ടെന്നും ഏതെല്ലാം തോടുകളുണ്ടെന്നും അതോടൊപ്പം തന്നെ പുഴകൾ എത്രയുണ്ടെന്നും പുഴകളുടെ അളവ് എത്രയാണെന്നും ഉള്ള കൃത്യമായ കണക്കെടുത്ത് അത് പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ കൊണ്ടുവരുന്നതിന് മുന്നിട്ടുള്ള ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സർവേയാണ് ഡിജിറ്റൽ സർവേ. അതോടൊപ്പം പൊതുജനങ്ങളുടെ കൈവശമുള്ള ഭൂമി എത്രയാണെന്ന് കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി അതിനുള്ള ആധികാരികമായ രേഖകൾ നൽകുക എന്നുള്ളത് കൂടിയാണ് ഈ ഡിജിറ്റൽ സർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഡിജിറ്റൽ സർവേ സംസ്ഥാനത്തിൽ നടപ്പിലാക്കിയപ്പോൾ നമ്മൾ ഡിജിറ്റലായിട്ട് സർവേ അളക്കുന്നതിന് ഉള്ള ആധുനിക ഉപകരണങ്ങൾ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയപ്പോൾ നമുക്ക് കണ്ടിന്യൂസ്ലി ഓപ്പറേറ്റിംഗ് റെഫറൻസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ കോർ സ്റ്റേഷനുകൾ സ്ഥാപിക്കേണ്ടതായിട്ട് വന്നു. അതിന്റെ ഏറ്റവും അടുത്ത ഒരു കോർ സ്റ്റേഷൻ നമ്മുടെ ഈ മേലുകാവിൽ തന്നെയുണ്ട്. ഇടുക്കിയിൽ 2 കോർ സ്റ്റേഷനാണുള്ളത്. ഒന്ന് നമ്മുടെ മൂന്നാറും രണ്ടാമത്തേതുള്ളത് മേലുകാവുമാണ്. ഈ രണ്ടിടത്തുനിന്നുള്ള സിഗ്നലുകളും അതോടൊപ്പം ഞങ്ങളുടെ സർവേയർ അളക്കാൻ വരുന്ന ഒരു GPS സംവിധാനമായിട്ടുള്ള അതിന്റെ പേര് RTK എന്ന ഷോർട്ട് ഫോം എന്ന് പറയും. റിയൽ ടൈം കൈനമാറ്റിക്സ് എന്നാണ് അതിന്റെ പേര്. അത് പൂർണ്ണമായിട്ടും സോഫ്റ്റ്വെയർ അധിഷ്ഠിതമാണ്. നമ്മുടെ ഉപഗ്രഹങ്ങളിൽ നിന്നും സിഗ്നലുകൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ഭൂമിയിലോട്ട് വരുമ്പോൾ ആ ഭാഗങ്ങളുള്ള സിഗ്നലുകൾ സ്വീകരിച്ചുകൊണ്ട് വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ ലോകോത്തര മാതൃകയിലുള്ള ഈ സ്ഥലത്തിന്റെ പ്രധാനമായിട്ടുള്ള കോർഡിനേറ്റ്, കൃത്യമായിട്ടുള്ള കോർഡിനേറ്റ് അത് ലോകത്തിലാണ് നടക്കുന്നത്. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ഇത് ഡിജിറ്റലാണ്. ഡിജിറ്റൽ മാതൃകയിൽ നമുക്ക് ഈ കോർഡിനേറ്റ് ഇവിടെ ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂ ഇവിടെ തന്നെ ആയിരിക്കും. അത് ലോകത്തെവിടെയും ഈ വാല്യൂ തന്നെ ആയിരിക്കും. ഇത് മാറ്റാൻ കഴിയുകയില്ല, ഒരു കാരണവശാലും മാറുകയില്ല. അത്ര കൃത്യതയോടുകൂടിയാണ് ഈ സംവിധാനം ഉറപ്പാക്കിയിരിക്കുന്നത്. അതായത് ഈ ഒരു വസ്തു അളന്നാൽ ഇതിന്റെ കോർഡിനേറ്റ് ഇവിടെ മാത്രമേ കാണുകയുള്ളൂ, വേറെ ഒന്നും നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. അങ്ങനെയുള്ള സംവിധാനമാണ് ഈ ഡിജിറ്റൽ സർവേയിൽ. ഈ ഡിജിറ്റൽ സർവേയിൽ നമ്മളെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ പുറമേക്കുള്ള നമുക്ക് കുറച്ച് ആൾക്കാരെ എംപ്ലോയ്മെന്റ് വഴി കൂടെ നമ്മൾ എടുത്ത് അവർക്കൂടെ ട്രെയിനിങ് കൊടുത്ത് അവർക്കൂടെ ഒരു ജോലി സംവിധാനം ഉറപ്പുവരുത്തിക്കൊണ്ട് അവരെ ഞങ്ങളോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായി തന്നെ അവരെ കണ്ടുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ സർവേക്ക് ആളുകളെടുത്ത് നിങ്ങളോടൊപ്പം വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ജീവനക്കാര് വരുന്നതിന് മുന്നോടിയായിട്ട് നമ്മളെല്ലാവരെയും നേരത്തെ ഇവിടെ പറഞ്ഞു, നേരത്തെ അറിയിപ്പ് കിട്ടിയില്ല, ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവുകയില്ല. കാരണം ഈ അറിയിപ്പ് കൊടുക്കേണ്ടത് ഞങ്ങളെക്കാട്ടിലും മുന്നിലെത്തി നിൽക്കുന്ന ഇവിടുത്തെ ജനപ്രതിനിധികൾ തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇതിന് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ MLA കൃത്യസമയത്ത് നമ്മുടെ മെമ്പർമാരും എല്ലാവരും 11 മണിയെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് തന്നെ എത്തി നമ്മളെ മറ്റുള്ള പാർട്ടിപരമായ പരിപാടിയല്ല, ഇതൊരു ഒഫീഷ്യലായിട്ടുള്ള ഒരു സംരംഭമാണെന്ന് കണ്ടുകൊണ്ട് അതിന്റെ കൃത്യസമയത്ത് വന്ന് ഇതിന്റെ ഉദ്ഘാടനം നടത്തിയതിന് ഞാൻ ഈ ജില്ലയുടെ ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ, ഡിജിറ്റൽ സർവേയുടെ ആധികാരികമായ ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ അദ്ദേഹത്തിനുള്ള ഒരു നന്ദി ഞാൻ ഇതോടൊപ്പം ഈ പ്രസംഗത്തോടൊപ്പം ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ നമുക്കറിയാം ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് ചുമ്മാ നല്ല ജനപ്രതിയാവുന്നത്. ആ ഒരു വാർഡിലെ ജനങ്ങള് തെരഞ്ഞെടുത്ത് വോട്ട് രേഖപ്പെടുത്തി
പൂർവാധികം ഭംഗിയായി ജയിപ്പിച്ച് സത്യപ്രതിജ്ഞ ചെയ്താണ് നമ്മൾ ഈ ജനപ്രതിനിധികളെല്ലാം ഇവിടെ അധികാരമേറ്റിട്ടുള്ളത്. അങ്ങനെ അവരിൽ അധികാരമേറ്റിട്ടുള്ള അവരുടെ ചുമതലകളിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്നറിയാം. രാവിലെ തന്നെ പല കാര്യങ്ങളും ഉണ്ടാവും. 100 കൂട്ടം ഫോൺ വിളികൾ ഉണ്ടാവും. ഒരു മരണം നടന്നാൽ അവിടെ ഓടിയെത്തണം, ഒരു കല്യാണം ഉണ്ടെങ്കിൽ അവിടെ എത്തണം, ഒരു തർക്കമുണ്ടെങ്കിൽ അവിടെ എത്തണം, കുടുംബ വഴക്കുണ്ടെങ്കിൽ അവിടെ എത്തണം, പോലീസ് സ്റ്റേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ എത്തണം എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഓടിയെത്തുന്ന, ഏറ്റവും മുമ്പേ ചെല്ലുന്ന, ഏറ്റവും മർമ്മപ്രധാനമായിട്ട് ജനങ്ങൾ ആശ്രയിക്കുന്ന, ആത്യന്തികമായിട്ട് തന്നെ ഓടിയെത്തുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൈം പേഴ്സൺസ് ആണ് ഇന്നത്തെ ജനപ്രതിനിധികളായിട്ടുള്ള നമ്മുടെ മെമ്പേഴ്സ്. അവർ തന്നെയാണ് ഈ ഡീറ്റെയിൽ സർവേയുടെ അടിത്തറ, വേറെ ആരുമല്ല. ഡീറ്റെയിൽ സർവേ സംബന്ധിച്ച് അവിടെ ഒരു തർക്കമില്ലാതെ തർക്കരഹിതമായിട്ട് ജനങ്ങളെ കൈകോർത്തുകൊണ്ട് തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് എല്ലാവരെയും ഒത്തൊരുമയോട് കൊണ്ടുപോയിക്കൊണ്ട് കോർത്തിണക്കിക്കൊണ്ട് ഈ മുട്ടത്തിന്റെ ഭൂമി, ആ വില്ലേജിന്റെ 2959 ഏക്കർ സ്ഥലം അളക്കുന്നതിന് ഈ ജനപ്രതിനിധികൾ, ഇൻക്ലൂഡിംഗ് നമ്മുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സേവനം ഉണ്ടെങ്കിൽ മാത്രമേ അത് പൂർത്തീകരിക്കാൻ കഴിയൂവെന്ന് ഞാൻ ആ ജനപ്രതിനിധികളോട് അവരുടെ സേവനം ഇതിനു വേണ്ടി ഉണ്ടാവണമെന്ന് ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുകയാണ്. അതിനുശേഷം ജനപ്രതിനിധികളുടെ തലത്തില് നമ്മള് മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്യും. പണ്ടത്തെ കണക്കൊന്നുമല്ല. നമ്മുടെ ഗാന്ധിജി വിഭാവനം ചെയ്തതുപോലെ നമ്മളെ ഗ്രാമസഭകൾ മാതൃകയിൽ ഓരോ വാർഡിലും നമ്മൾ ജാഗ്രതാ സമിതികൾ ഉൾപ്പെടെ കൂടിക്കൊണ്ട് അതിനകത്ത് പങ്കെടുക്കുന്ന പൂർണ്ണമായിട്ടും എല്ലാവരുടെയും ഫോൺ നമ്പറുകൾ ശേഖരിച്ചുകൊണ്ട് ആ ഫോൺ നമ്പറുകൾ രൂപീകരിച്ചുകൊണ്ട് വാട്സപ്പുകൾ ഫോം ചെയ്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 10 അല്ലെ 50 വീടുകൾക്ക് ഒരു വോളണ്ടിയറെ നമ്മൾ തെരഞ്ഞെടുത്തുകൊണ്ട് അത് നമ്മൾ പൈസ കൊടുത്തല്ല, സൗജന്യമായിട്ടുള്ള വോളണ്ടിയേഴ്സിനെ തെരഞ്ഞെടുത്തുകൊണ്ട് അവരുടെയും കൂടെ ഗ്രാമത്തിലുള്ള അവരുടെയും കൂടെ സേവനം ഉറപ്പുവരുത്തിക്കൊണ്ട് 50 വീടുകൾക്ക് ഒരു വോളണ്ടിയർ എന്നുള്ള രീതിയിൽ ഗ്രാമസഭ മോഡലിൽ ജാഗ്രതാ സമിതികൾ ഫോം ചെയ്തിട്ടാണ് നമ്മൾ ഈ സർവേ ആരംഭിക്കുന്നത്. അപ്പോൾ ഇതിന് ചെയ്യേണ്ട ഭൂവുടമകൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു 5 കൂട്ട കാര്യങ്ങൾ ഇതിനു വേണ്ടി ചെയ്തു. ഒന്ന്, നിങ്ങളുടെ ഡോക്യുമെന്റ്സുകൾ, നിങ്ങളുടെ ആധാരം, നിങ്ങളുടെ കരമൊടുക്കൽ രസീത്, നിങ്ങൾ അത്രയും 2 കാര്യങ്ങൾ ഇത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ കൈവശം ഉണ്ടാവണം. ഇതെല്ലാം ബാങ്കിൽ പണയപ്പെടുത്തിയിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒറിജിനൽ വേണ്ട, അവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്തൊരു കോപ്പി എടുക്കും. പിന്നെ ഞങ്ങൾ വരുമ്പോൾ ഇത് ഏത് സ്ഥലമാണെന്ന് അറിയാൻ നിങ്ങളുടെ കരമൊടുക്കൽ രസീത് കാണിക്കുമ്പോൾ ഞങ്ങളുടെ സോഫ്റ്റ്വെയർ അനുസൃതമായിട്ടുള്ള ഞങ്ങളുടെ ടാബില് നിങ്ങൾ അത് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കൃത്യമായിട്ടും ഇവിടെ കരമൊടുക്കുന്ന ആരാണെന്ന് പറഞ്ഞാൽ കൃത്യമായ വിവരം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാകും. അതിനാണ് വില്ലേജ് ഓഫീസിലെ കംപ്ലീറ്റ് രേഖകളും നമ്മളിപ്പം തന്നെ നമ്മുടെ പോർട്ടലിലേക്ക്, എന്റെ ഭൂമി പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇവിടുത്തെ പുറമ്പോക്കുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളുടെ സ്കെച്ചുകൾ ഇവിടെ ഇന്ന് ഞാൻ വരുന്നതിന് മുൻപിനാലെ തന്നെ എല്ലാം നമ്മുടെ എന്റെ ഭൂമി പോർട്ടലിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അങ്ങനെ വരുമ്പോൾ ഞാൻ ഒന്നാമത്തെ കാര്യം പറഞ്ഞു, നിങ്ങളുടെ ആധാരം അഥവാ ഡോക്യുമെന്റ്സുകൾ കൃത്യമാക്കി ഇടുക. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഡോക്യുമെന്റ്സിന് അനുസരിച്ചുള്ള അതിരുകൾ ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കും. നമ്മള് ഒരു ആധാർ കാർഡ് എടുക്കുമ്പോൾ നമ്മളെ തന്നെയാണ് ആധാർ കാർഡ് എടുക്കുന്നത്. അത് ഭാര്യയായാലും ഭർത്താവായാലും എല്ലാവരുടെയും പേരിലുള്ള ആധാർ കാർഡ് എന്ന് പറഞ്ഞ ഒരു സിംഗിൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ പുരയിടം, ഒരു വ്യക്തിയുടെ പേരിൽ പുരയിടമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പേരിലുള്ള പുരയിടത്തിന് അതിന്റെ ആധാർ പോലുള്ള പടം പിടിക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അതിന് വ്യക്തമായ അതിർത്തി ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കും. അങ്ങനെ കൃത്യമായ അതിർത്തി സ്ഥാപിച്ചിട്ട് രണ്ടാമത്തെ കാര്യമാണ് അത് നടപ്പിലാക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം, ഈ അതിർത്തി സ്ഥാപിച്ചാൽ പോരാ, ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ അവിടെ വരുമ്പോൾ എത്ര കാട് പിടിച്ചു കിടന്നാലും ജസ്റ്റ് ഞങ്ങൾ അവിടെ വരാതെ അളക്കാൻ പറ്റില്ല. ഫോട്ടോ എടുത്ത് അളക്കുന്ന സംവിധാനം കൂടിയുണ്ട്. പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആ സ്കീം നമുക്ക് നടപ്പിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഏറ്റവും തിക്കായിട്ട് പോപ്പുലേഷൻ ഉള്ളത് കേരളത്തിലാണ്. അതേസമയം വാസ്റ്റായിട്ടുള്ള ഏരിയ സർവേ ചെയ്യുന്നതിന് നമുക്ക് ഏരിയ ഫോട്ടോഗ്രാഫി സംവിധാനം കൂടി ഇതിനകത്തുണ്ട്. എന്നാൽ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഭാഗത്ത് കൂടുതലും വെജിറ്റേഷൻ ആയതുകൊണ്ട് നമുക്ക് മുകളിൽ നിന്ന് നോക്കി ആ പടം പിടിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഏറ്റവും
ആക്യുറേറ്റ് ആയിട്ടും ഏറ്റവും കൃത്യമായിട്ടുള്ളതും നിങ്ങളുടെ അടുത്ത് തന്നെ വന്ന് നിങ്ങളുടെ ഭൂമിയുടെ അതിർത്തി നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ കൃത്യമായി ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയാണുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ അതിർത്തിയിലെ കാർഡുകളൊന്ന് വെളിപ്പാക്കിയിട്ട്. നാലാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, എല്ലാവർക്കും മൊബൈൽ നമ്പറുണ്ട്. ഇന്ന് കേരളത്തിൽ 2-3 മൊബൈൽ ഇല്ലാത്ത ആരുമില്ല. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മൊബൈൽ ഉപയോഗിക്കുന്ന ജനങ്ങളെന്ന് പറയുന്നത് കേരളീയർ തന്നെയാണ്. എത്ര കാശില്ലേലും മൊബൈലിൽ പൈസ ചെലവാക്കുന്നതിൽ അവർ മുൻപന്തിയിൽ തന്നെയാണ്. അപ്പോൾ മൊബൈലിൽ നമ്മൾ അളക്കാൻ വരുമ്പോൾ തന്നെ എന്റെ ഭൂമി പോർട്ടലിൽ ഇവരുടെ പേര് വിവരങ്ങൾ നമ്മൾ എൻ്റർ ചെയ്യുന്നതോടൊപ്പം നമ്മൾ മൊബൈൽ നമ്പർ കൂടി എഴുതി. പഴയതുപോലെയല്ല, നമ്മളിപ്പോൾ ആധാർ കാർഡ് അല്ലെങ്കിൽ നമ്മുടെ ആധാർ കാർഡ് ഉൾപ്പെടെ നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആധാർ കാർഡും മൊബൈൽ നമ്പറും നമ്മൾ വരുന്ന ഉദ്യോഗസ്ഥരെ കാണിക്കുന്ന എല്ലാവരും ഐഡന്റി കാർഡോ ID കാർഡോ ഇട്ട് തന്നെയാണ് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട്, പുരയിടത്തിൽ വരുന്നവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ക്യാമ്പ് ഓഫീസിൽ വന്ന്, സംശയമുണ്ട് ആർക്കും ഈ ക്യാമ്പ് ഓഫീസിൽ വന്ന് നിങ്ങളുടെ സംശയം ദൂരീകരിക്കാനുണ്ട്. അതിനാണ് നമ്മുടെ ഈ എത്രയും ഹൃദയഭാഗത്ത് ഇത്രയും നല്ല രീതിയിലുള്ള ഒരു ക്യാമ്പ് ഓഫീസ് സജ്ജീകരിച്ചു. ഇനി ഈ അളക്കുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഈ വരുന്ന ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുകയും അതിനകത്തുനിന്ന് വരുന്ന ഒരു OTP കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ ഭൂമി പോർട്ടലിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയും. മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എന്റെ ഭൂമിയിൽ പോയി മുഴുവൻ വിവരങ്ങൾ തിരയാനുള്ള ഒരു സംവിധാനം കൂടെ ഇവിടെ ഉണ്ട്. 4 കാര്യം പറഞ്ഞു. ഏറ്റവും അവസാനമുള്ളതാണ് ഇച്ചിരി പ്രയാസമുള്ള കാര്യം. അത് ഞങ്ങളാരും വിചാരിച്ചാൽ പറ്റുകയില്ല, ജനങ്ങൾ തന്നെ വിചാരിച്ചാൽ, ഭൂവുടമകൾ വിചാരിച്ചാലേ പറ്റത്തുള്ളൂ. അത് പ്രധാനമായിട്ടും വേണ്ടത് നിങ്ങളുടെ തർക്കമുള്ള ഭൂമി കൃത്യമായിട്ടും തർക്കം പരിഹരിച്ച് ഇപ്പോൾ ഇട്ടുപോയില്ലെങ്കിൽ ഭാവിയിൽ അത് ബുദ്ധിമുട്ടാണ്. ഭാവിയിൽ അത് ബുദ്ധിമുട്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ തർക്കമുള്ള പുരയിടം, ഈവൻ കേസിലുള്ള കേസാണെങ്കിൽ തന്നെയും അതുകൂടി നിങ്ങൾ ഇത് ലീഗൽ സർവേയിൽ ചേർത്ത് പോകണം. എന്നിട്ട് നമ്മൾ കേസുണ്ടെങ്കിൽ അതിന്റെ കാര്യം റിമാർക്സ് രേഖപ്പെടുത്തും. കോടതിയിൽ നിന്ന് വിധി വരുന്ന മുറയ്ക്ക് ഇതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതനുസരിച്ച് മാറ്റിയെടുക്കുന്നതിനും നിങ്ങൾക്കുള്ള സംവിധാനം ഈ നമ്മുടെ എന്റെ ഭൂമി പോർട്ടലിൽ സജ്ജീകരിക്കുന്നു. ഇങ്ങനെ 5 കൂട്ട കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 1, ഡോക്യുമെന്റുകൾ കരുതുക. ഡോക്യുമെന്റുകൾക്കനുസൃതമായി ഭൂമിയിൽ അതിർത്തി സ്ഥാപിക്കുക. 3, അതിർത്തികൾ ഒന്ന് വെളിപ്പാക്കി ഇടുക. 4, പിന്നെ മൊബൈൽ നമ്പർ, ഈ ആത്യന്തികമായിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ഇതിന് കൊടുക്കുക. 5, നിങ്ങൾ തർക്കമുള്ള ഭൂമികൾ തർക്കം പരിഹരിച്ച് കൃത്യമായിട്ട് അതിന് വേണ്ട സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത്രയും ചെയ്തു തന്നാൽ പൂർണ്ണമായിട്ടും നിങ്ങളെ ഉറപ്പാക്കിക്കൊണ്ടാണ് പോകുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് ഇത് പൊതുജനങ്ങളുടെ ഭൂവുടമകളെ സംബന്ധിച്ചും അത് നടത്തിയെടുക്കാൻ പറ്റും. എന്നാൽ പൊതു സ്ഥലങ്ങളായിട്ടുള്ള പഞ്ചായത്തിന്റെ ആയാലും പഞ്ചായത്തിന്റെ ഇവിടെ കുളങ്ങൾ കാണും, തോടുകൾ കാണും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഭൂവുടമകളോട് ചേർന്ന് കിടക്കുന്ന തോടിന്റെ അതിർത്തി അവരെ സംബന്ധിച്ച് അതിർത്തി ശരിയാക്കിയില്ല. എന്നാൽ ചില റോഡുകളായാലും മറ്റുള്ളതായാലും പൊതുസ്ഥലങ്ങളുടെ അവകാശം പഞ്ചായത്തിനാണ്. അങ്ങനെ പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ രേഖപ്പെടുത്താനുള്ള പൊതുസ്ഥലങ്ങളുടെ അതിർത്തികൾ ഈ വെളിപ്പാക്കിയിടുന്നതിന് പഞ്ചായത്താണ് എല്ലാവരും മുൻകൈ എടുക്കുന്നത്. അതിനുവേണ്ടി മുട്ടം ഗ്രാമപഞ്ചായത്ത് മുഖത്തിരിക്കത്തില്ലെന്നും മുട്ടം ഗ്രാമപഞ്ചായത്ത് ഇതിനെ പൂർണ്ണമായിട്ടും സ്വീകരിച്ചിട്ടുണ്ടെന്നും എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് മുട്ടം ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് അതിന് വേണ്ടുന്നുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ അടുത്തത് പ്രധാനമായിട്ടും വേണ്ടത് ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് വേണ്ടത്. നമ്മൾ സർവേ പൂർത്തീകരിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥരെ നിങ്ങളുടെ സ്ഥലം അളന്നിട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ വിസ്തീർണം എത്രയാണെന്ന് നിങ്ങളോട് പറഞ്ഞു തരും. അത് നിങ്ങൾ ഉറപ്പാക്കണം. നിങ്ങളുടെ സ്ഥലം അളന്നു കഴിഞ്ഞിട്ട് എത്ര സെന്റ് ഉണ്ടെന്ന് കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരും. അത് അവിടെ തന്നെ വെച്ച് കുറവുണ്ടെങ്കിൽ എല്ലാം നമ്മുടെ ഉദ്യോഗസ്ഥനോട് പറയാണ്, കുറവുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒളിച്ചു വെച്ചിട്ട് വരരുത്. നിങ്ങളുടെ സ്ഥലം അളന്നത് ഇത്രയേ ഉള്ളെന്നുള്ളത് കൃത്യമായി അവരോട് പറഞ്ഞു കൊടുക്കണം. ഇനി അവർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവരുടെ അതിർത്തി നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് അവരെ കാണിച്ചു കൊടുത്ത് അത് നമ്മുടെ ടാബുമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർക്ക് കാണാൻ കഴിയും. അത് അവരെ ഉറപ്പുവരുത്തണമെന്ന് കൂടി ഉദ്യോഗസ്ഥ പ്രതിനിധികളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതിനുശേഷം ഈ റെക്കോർഡുകളെല്ലാം അളന്ന് കൃത്യമാക്കി വന്നാൽ പിന്നെ നിങ്ങൾ അടുത്തുള്ള ആളിനെ ചിലപ്പോൾ നമുക്ക് അറിയിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഒരു കാര്യമുണ്ട്, ഈ വന്നിരിക്കുന്ന എല്ലാ ഭൂവുടമകളും നമ്മുടെ 4 അളവിൽ ചുറ്റളവിലുള്ള ഓരോരുത്തരുടെ അടുത്തും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾ കൈമാറും.
അപ്പോൾ ഇനി ചിലരുമായിട്ട് കെറുവാണ്. കെറുവൊക്കെ ചെറിയ കാര്യം, ജീവിതം എന്ന് പറയുന്നത് ചെറിയ കാര്യം. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു 70 വയസ്സ് ആവറേജ്, അതിനപ്പുറമില്ല. നമുക്കറിയാം, വെള്ളപ്പൊക്കം വന്നപ്പോൾ 2015 വെള്ളപ്പൊക്കം വന്നപ്പോൾ കെട്ടിയടച്ച മതിലിനുള്ളിൽ 2ാം നിലയിൽ കയറി നിലവിളിക്കുന്ന ആൾക്കാരെയാണ് ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ള അനുഭവം ഉണ്ടായത്. അപ്പോൾ ആ ഒരു വേലി അവിടെ ഇട്ടാലും പ്രകൃതിയുടെ ദുരന്തങ്ങൾക്ക് മുമ്പിൽ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ലെന്നും എല്ലാവരും മനുഷ്യരാണ്, മാനുഷികമായിട്ടുള്ള പരിഗണന ഉറപ്പാക്കിക്കൊണ്ട് തൊട്ടടുത്തവരോട് വിരോധം മാറ്റിവെച്ചുകൊണ്ട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. വിരോധിക്കാതെ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ സന്തോഷത്തോടെ അതിർത്തികൾ കൃത്യമാക്കി രൂപീകരിച്ചിടുന്നതിന് ഈ ഡിജിറ്റൽ സർവേ പൂർണ്ണമായിട്ടും കൊണ്ടുപോകുന്നതിന് കഴിയും. അതിന് ഉത്സാഹിക്കണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇനി വേണ്ടത് പ്രധാനമായിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതോടൊപ്പം തന്നെ ഞങ്ങൾ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മഴയില്ല, അതേപോലെ വെയിലില്ല, ഇങ്ങനെയുള്ള അവസ്ഥയാണ്. രാവിലെ 8 മണിക്ക് തന്നെ നമ്മൾ ക്യാമ്പ് ഓഫീസ് തുറക്കും. അത് വൈകുന്നേരം 6 മണി വരെ ഇവിടെ ഉണ്ടാകും. ഞങ്ങൾ എല്ലാ ആൾക്കാരും മഴയ്ക്ക് ഉൾപ്പെടെ നമ്മൾ വന്ന് സർവേ ചെയ്യും. ഇനി ഒരാളെ ഭൂമി അളക്കാൻ അവിടെ വരുമ്പോൾ ചിലയിടത്ത് ഞാൻ കണ്ടിട്ടുള്ളത് ഇവിടെ വരെ വന്നിട്ട് തൊട്ടപ്പുറത്തെ ഭൂമി അളക്കാതെ പോവുകയെന്നാണ്. അതിന്റെ ഉദ്ദേശം അവർക്ക് അനുവദിച്ചിരിക്കുന്ന ബ്ലോക്ക് അവിടെ വരെ ഉള്ളൂ, അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് വേറെ ദിവസം വന്നിട്ട് അളക്കുമെന്ന് അവരെ ഉറപ്പാക്കണം. ജനപ്രതിനിധികൾ നിങ്ങളോടൊപ്പമുള്ള വോളണ്ടിയേഴ്സിനെ എടുക്കുമ്പോൾ അത് രാഷ്ട്രീയം കലർത്താതെ സ്വയം മനസ്സാലെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ചുറുചുറുക്കായിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ചുറുചുറുക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ജോലിയെ സംബന്ധിച്ചാണ്. അത് നല്ല രീതിയിൽ നമുക്ക് അതിർത്തി കാണിച്ചു തരാൻ പറ്റുന്നവരും ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ കഴിയുന്നവരുമായിട്ടുള്ള വോളണ്ടിയേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതിന് നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾ ഉത്സാഹിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് കൃത്യമായിട്ട് സർവേ ചെയ്യാൻ കഴിയുള്ളൂ. ഇനി പുറമ്പോക്ക് ഭൂമികളെ നമുക്കിപ്പം പറഞ്ഞു, ഇത് സോഫ്റ്റ്വെയർ, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ഇത് സോഫ്റ്റ്വെയർ പ്രകാരം ചെയ്തെടുത്തുള്ള ഒരു സംവിധാനമാണ്. ഇവിടെ കല്ലിട്ടില്ലേലും നമുക്ക് ഒരു സ്ഥാനം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റിൽ ഒരു 4 സെക്കൻഡ് അല്ലെങ്കിൽ 5 സെക്കൻഡിനുള്ളിൽ ഒരു ഭൂമിയുടെ അതിർത്തി കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഉപകരണം വെച്ച് കഴിയും. അതാണ് ഇപ്പോഴത്തെ ഈ ഉപകരണത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ്. പണ്ട് നമ്മൾ അളക്കുമ്പോൾ കിലോമീറ്ററുകൾ ദൂരെ പോയി നോക്കി കല്ലുണ്ടെങ്കിൽ ആ കല്ലിന്റെ അവിടെ നിന്ന് അളവ് പിടിച്ചുകൊണ്ട് വന്ന് ഇത് പുനഃസ്ഥാപിക്കുന്നതിന് ചിലപ്പോൾ 1 ദിവസമോ 2 ദിവസമോ 3 ദിവസമൊക്കെ എടുക്കുന്നിരിക്കും. ഇപ്പോൾ അതില്ല. മാക്സിമം 1 മിനിറ്റിനുള്ളിൽ ഒരാളുടെ ഒരു അതിർത്തിയുടെ ഒരു പോയിന്റ് നമുക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെ വരുമ്പോൾ ജനപ്രതിനിധികളായാലും മറ്റുള്ളവർക്കായാലും നമ്മുടെ ടാബിലാണ് യഥാർത്ഥ പോയിന്റ് വരുമ്പോൾ അതിനകത്ത് പച്ചയായിട്ട് കഴിയും. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പുവരുത്താം ഇതിനകത്ത് പതിവില്ല, തെറ്റില്ല. അപ്പോൾ അത്ര കൃത്യതയോടുകൂടിയാണ് നമ്മൾ ഈ സർവേ ഇവിടെ ചെയ്യുന്നത്. എല്ലാവരും ഇതുവരെയുള്ള അനുഭവം അനുസരിച്ച് എല്ലാവരും നല്ല രീതിയിൽ കൈനീട്ടിയാണ് ഈ ഡിജിറ്റൽ സർവേ സ്വീകരിച്ചിരിക്കുന്നത്. ഇനി ഈ ഡിജിറ്റൽ സർവേ കൊണ്ടുള്ള ഗുണങ്ങൾ പ്രധാനമായിട്ട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആധികാരികമായിട്ടുള്ള എല്ലാ രേഖകളും അവർക്ക് ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടെ കിട്ടും. ഇനി അവർക്ക് വേറെ കാര്യത്തിലൊന്നും പോകണ്ട. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭൂമി അക്വയർ ചെയ്യണം. അപ്പൊ നമ്മുടെ ഈ സ്കെച്ച് ഉണ്ട്, ആ സ്കെച്ചിന്റെ അടിസ്ഥാനത്തിൽ ഇതേപോലെ സർവേ ഒന്നും വേണ്ട. പെട്ടെന്ന് ഇതിനകത്ത് തന്നെ നമുക്ക് എത്ര സെന്റ് അവരുടെ എടുക്കണമെന്ന് പോയിട്ട് മാത്രം എടുത്തുകൊണ്ട് വന്നിട്ട് ഇതിന്റെ വിസ്തീർണം ബാക്കിയുള്ളതും കണ്ടുപിടിച്ചുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ലാൻഡ് അക്വിസിഷൻ പൂർത്തീകരിക്കാൻ പറ്റും. അതേപോലെ റോഡിന്റെ പുറമ്പോക്ക് എവിടെ വരെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ അത് കൈയേറിയിട്ടുണ്ടെങ്കിൽ അതിനും ഈ പറയുന്ന പോലെ നിമിഷ നേരം കൊണ്ട് കണ്ടെത്താൻ കഴിയും. ഇതൊക്കെയാണ് ഇതിന്റെ ഏറ്റവും ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനം. പിന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ നമുക്ക് കോറിഡോർ ഉൾപ്പെടെയുള്ള സംവിധാനം അറിയാം. അപ്പൊ അതിന്റെ ലെവൽ സർഫസ് അറിയാം. നമ്മളിപ്പോ അളക്കുമ്പോൾ ഏത് സ്ഥലമാണ് ഉയർത്തിലുള്ളത്, ഏത് സ്ഥലമാണ് താഴ്ചയിലുള്ളത്, ഇങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും അറിയുന്നതിനും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇത് കൈമാറുന്നതിനും വരും നാളുകളിൽ ഈ സർവേ കൊണ്ട് ഉപകരിക്കും. ഇനി അളന്ന് തിട്ടപ്പെടുത്തിയ ഒരു മതിൽക്കെട്ടിനുള്ളിലുള്ള സ്ഥലത്തിൽ 1 സെന്റോ 2 സെന്റോ ഇപ്പൊ അധികമുണ്ടെങ്കിൽ അതുകൂടി അവർ നേരത്തെയാണെങ്കിൽ അത് ചെയ്തു കൊടുക്കത്തില്ലായിരുന്നു. ഇപ്പൊ ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കുന്ന വില്ലേജുകളിൽ അവരുടെ കൈവശമിരിക്കുന്ന വ്യക്തമായ കൈവശത്തോടുകൂടി ഇരിക്കുന്ന തർക്കരഹിതമായിട്ടുള്ള ഭൂമി, അവരുടെ പേരിൽ അധികരിച്ചിട്ടുള്ള ഭൂമി പതിച്ചു കൊടുക്കുന്നതിന്
ഉള്ള സംവിധാനം കൂടെ ഇന്ന് ഈ ഗവൺമെന്റ് രൂപീകരിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കുമ്പോൾ അധികമുള്ള ഭൂമിക്ക് കൂടി കരമൊടുക്കുന്നതിനും അത് എഴുതി കൊടുക്കുന്നതിനുമുള്ള പൂർണ്ണമായിട്ടുള്ള അവകാശം ഭൂവുടമകൾക്ക് നൽകും എന്നുള്ളതാണ് ഈ സർവേ കൊണ്ടുള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ള ഇമ്പോർട്ടൻസ്. ഇനി കുറവ് വന്നാൽ എന്ത് ചെയ്യും? കുറവ് വന്നാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റും, ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ പറ്റും. അവനവന്റെ കൈവശത്തിരിക്കുന്ന കുറവുള്ള സ്ഥലം ഒന്നുകൂടി ഉറപ്പ് വരുത്തി കുറവുണ്ടെങ്കിൽ അത് അത്രയും മാത്രമേ നമുക്ക് രേഖപ്പെടുത്താൻ പറ്റൂ. ആ രീതിയിലേ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുകയും. പിന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ സർവേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിർത്തി ഇട്ടില്ലെങ്കിൽ അത് കൂട്ടായിട്ട് സർവേ ചെയ്യും. കൂട്ടായിട്ട് സർവേ ചെയ്താൽ നാളെ വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പോൾ അത് കരമെടുക്കും. അതിപ്പോഴേ പറയും, കരമെടുക്കാൻ കഴിയാതെ വരും. അങ്ങനെ എടുക്കാതെ വരുമ്പോൾ നമുക്ക് ഈ ഭൂമി കൊണ്ട് പിന്നെ ഒരു പ്രയോജനവും ഇല്ലാതെ വരും. ആ അവസ്ഥ മാറണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തി നിങ്ങൾ രൂപീകരിച്ചിടണം. അത് ഉപേക്ഷ വിചാരിച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നിങ്ങൾ ചെറിയ രീതിയിൽ ഇപ്പൊ ഞങ്ങൾ നിങ്ങളെ സമീപിക്കുകയാണ്. ഈ പൂർണ്ണമായിട്ടും ആർക്കും ഈ അപ്രോച്ച് ചെയ്യുന്ന ഒരൊറ്റ വ്യക്തികൾക്കും ആരെങ്കിലും രീതിയിൽ ഇടനിലക്കാരായിട്ട് ആരെങ്കിലും പണം ആവശ്യപ്പെടുവാണെങ്കിൽ കൃത്യമായിട്ടും ആ വ്യക്തി ഞാൻ ഉറപ്പുവരികയാണ് ഈ സർവേ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവുകയില്ല. പൂർണ്ണമായിട്ടും അഴിമതിരഹിതമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ കൃത്യമായിട്ട് അവരെ പിടിക്കപ്പെടും. അതിനുള്ള മുൻകരുതലുകൾ പൂർണ്ണമായിട്ടും ഞങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് തരുന്ന ഈ സേവനത്തിന് നിങ്ങൾ ഒരു പൈസയും ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടതില്ല എന്ന് ഞാൻ എല്ലാ ഭൂവുടമകളോടും ഈ വിവരം പൂർണ്ണമായിട്ടും പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ ജനപ്രതിനിധികളോടും അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഇത്രയും പൂർണ്ണമായിട്ടുള്ള സേവനത്തോട് വരുമ്പോൾ നിങ്ങൾ മുഖം തിരിഞ്ഞു നിന്നാൽ അത് വലിയ വിപത്തുകളാണ് വരുത്തി വെക്കുന്നത്. പിന്നീട് ഒരു സമയത്ത് ഈ സർവേ കഴിഞ്ഞ് ഞങ്ങളുടെ ക്യാമ്പ് ഓഫീസൊക്കെ മാറി ഞങ്ങൾ ബംഗാളികളെ പോലെയാണ് ഇവിടെ കിടന്ന് ജോലിയും പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ച് റവന്യൂ ഭരണത്തിന് കൈമാറി കഴിയുമ്പോൾ ഞങ്ങളുടെ ഈ ക്യാമ്പ് ഓഫീസ് ഒഴിഞ്ഞ് കൂട് വിട്ട് അടുത്ത കൂട്ടിലേക്ക് ഞങ്ങളുടെ ജീവനക്കാർ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരു അപേക്ഷ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വില്ലേജില് നമ്മളിപ്പോൾ ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കുമ്പോൾ അവിടെ ഒരു സർവേറെ അവിടെ പോസ്റ്റ് ചെയ്തിരിക്കും. ആ സർവേറാണ് ഒരു വില്ലേജിന് വേണ്ടി ഇങ്ങനെയുള്ള അപേക്ഷകൾ എല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പരാതികൾ വന്നാൽ ഈ പറയുന്നത് 4 ദിവസത്തിനുള്ളിൽ പരിഹരിച്ചു കൊടുക്കണമെന്നാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ തീരുമാനം. അപ്പോൾ അതിനുള്ളിൽ അത് പരിഹരിച്ച് കിട്ടാൻ പ്രയാസപ്പെടും എന്നുള്ളത് കൊണ്ട് പൂർണ്ണമായിട്ടും നമ്മൾ എല്ലാ പരാതികളും പരിഹരിക്കുന്ന ഒരു സംവിധാനമാണ്. കഴിഞ്ഞ ഈ മാസം 17-ാം തീയതി ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് 0 പരാതികളാണ്. അതായത് നമ്മൾ ലാൻഡ് റെക്കോർഡ് മെയിൻ്റെനൻസിനെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടും പരാതി രഹിതമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഇനി ഒരാളെ വസ്തു വേറൊരാൾക്ക് എഴുതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് എഴുതി കൊടുത്താൽ നാളെ അത് ഇന്ന് തന്നെ അത് വില്ലേജ് ഓഫീസിൽ പോക്കുവരമാവും. അതിനുള്ള സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇനി സബ് ഡിവിഷൻ സർവേ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, വില്ലേജ് ഓഫീസിൽ നിന്ന് തന്റെ പേര് രജിസ്റ്റർ എടുക്കണം. അതോടൊപ്പം തന്നെ ഈ ഇതിന്റെ സർവേ നമ്പറുകൾ എടുത്തിട്ട് അത് നമ്മുടെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കും. അപ്പം സബ് ഡിവിഷൻ കേസ് ആണെങ്കിൽ 4 ദിവസത്തിനുള്ളിൽ നമ്മുടെ ജീവനക്കാർ വന്നത് സർവേ ചെയ്ത് കൃത്യമായിട്ട് അളന്ന് രേഖപ്പെടുത്തും. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സബ് രജിസ്റ്റർ ഓഫീസിൽ ചെന്നിട്ട് പ്രമാണം ചെയ്യാൻ കഴിയൂ. അതായത് പ്രമാണം ചെയ്ത് കഴിയുമ്പോൾ ഈ ഇതിനുള്ള ഡോക്യുമെന്റിന്റെ അടിസ്ഥാനത്തിലുള്ള അതിർത്തി നിങ്ങൾക്ക് ഭൂമിയിലുണ്ടാകും. അത് പിന്നീട് മാറ്റാൻ നോർമൽ കേസിൽ പാടാം. ആ രീതിയിലേക്കാണ് പോകുന്നത്. ഇനി ഈ ഡിജിറ്റൽ സർവേ പൂർത്തീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ സ്മാർട്ട് കാർഡ്, നമ്മുടെ ആധാർ കാർഡിന്റെ സംവിധാനത്തിൽ സ്മാർട്ട് കാർഡുകൾ പ്രൊവൈഡ് ചെയ്യും. സ്മാർട്ട് കാർഡുകൾ പ്രൊവൈഡ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു കാർഡ് കൊണ്ട് നമ്മുടെ ഈ ഇവിടെ ഇരുന്ന ബാങ്ക് അപ്പുറത്തായിട്ടുണ്ട് ഒരു ബാങ്കിൽ ചെന്ന് നമുക്കൊരു ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ അവരെ ഈ കാർഡ് കാണിച്ചാൽ മതി. ആ കാർഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ജിയോ കോർഡിനേറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നമ്മൾക്ക് അവരെ കാണാൻ കഴിയും. നാളെ അവരൊരു തർക്കം അതിനകത്ത് ഉന്നയിക്കുകയില്ല. പിന്നെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ, ഈ കാർഡുകൾ നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി കൊടുക്കുമ്പോൾ ആധാർ അധിഷ്ഠിതമാണ്. എന്നാൽ വലിയ ഒരുപാട് ഭൂമികൾ കൈയേറിയിട്ടുള്ള ആൾക്കാർക്ക് യുണീക്ക് തണ്ടപ്പേര് സംവിധാനം കൂടി കൊണ്ടുവരികയാണ്.
അതായത് ഇന്ന് വലിയ ഭൂവുടമകളെ കൂടുതൽ വസ്തുക്കൾ കൈയേറിയിട്ടുള്ള നമുക്ക് ഒരാൾ കൈവശം വെക്കാം, ഒരു കുടുംബം കൈവശം വെക്കാവുന്നത് 12 ഏക്കറാണ്. ആ 12 ഏക്കർ കൂടുതൽ സ്ഥലങ്ങൾ കൈമേറി അവിടെ ഇവിടെ ബിനാമി ഏർപ്പാടുകൾ ഇട്ടിട്ടുള്ളവര് ഈ ഒരു ഡിജിറ്റൽ സർവേ കഴിയുമ്പോൾ പിടിക്കപ്പെടും. അതായത് ഒരാളുടെ ഭൂമി ഏത് കേരളത്തിൽ എവിടെയായാലും അതിന് ഒറ്റ കണ്ടപ്പേരെന്നുള്ള രീതിയിലേക്കാണ് ഇനി നിയമം പരിഷ്കരിച്ചു വരുന്നത്. നമ്മളോ അതുകൊണ്ട് ഇനി ആരെങ്കിലും നമ്മൾ ഡിജിറ്റൽ സർവേ കഴിഞ്ഞ് ഒരു ഭൂമി വാങ്ങിയാൽ ഒരിക്കലും കബളിപ്പിക്കപ്പെടുകയില്ല, അത് പൂർണ്ണമാണ്. അഥവാ അതിൽ എന്തെങ്കിലും കബളിപ്പിക്കൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റിൽ ബെസ്റ്റ് ആയിരിക്കുമെന്ന ഗവൺമെന്റ് തന്നെയാണ് അതിനുള്ള കടമ. അതുകൊണ്ട് ഗവൺമെന്റ് ആയിട്ടുള്ള നമ്മുടെ ജനപ്രതിനിധികൾ അധികാരമേറ്റി രൂപീകരിച്ചിട്ടുള്ള ഈ ഭരണ സംവിധാനത്തില് ഗവൺമെന്റിന് ഏതെങ്കിലും നഷ്ടം വരികയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അതിനോട് ബന്ധപ്പെട്ട സർവേ ചെയ്യുന്ന ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അതിനോടുള്ള റവന്യൂ ഉദ്യോഗസ്ഥരോ ആയിരിക്കും. അതുകൊണ്ട് ആരും തീക്കൊള്ളി കൊണ്ട് തലചൊറിയാൻ മെനക്കെടുകയില്ല. അതുകൊണ്ട് അത്രയും കൃത്യതയോടെയാണ് ഈ സർവേ ഉറപ്പാക്കുന്നത്. ഇനി ഇത് പൂർത്തീകരിച്ചു കഴിയുമ്പോൾ 50 വീടുകൾക്ക് ഒരു വീടിന്റെ ഏതെങ്കിലും ഒരു വീട് ഭാഗത്തോ ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഈ റെക്കോർഡ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി പ്രസിദ്ധപ്പെടുത്തും. തർക്കമുണ്ടെങ്കിൽ അന്നേരം അവിടെ പോയി പരിശോധിച്ചിട്ട് എന്തെങ്കിലും കുറവുകളോ പരാതികളോ ഉണ്ടെങ്കിൽ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം ഇത് പരിഹരിക്കും. അന്നോ അതിന്റെ അടുത്ത ദിവസമോ അത് കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ട് പൂർണ്ണമായിട്ടും പരാതി പരിഹരിച്ച് തന്നെയാണ് ഈ സംവിധാനം പോകുന്നത്. സർവേ അതിരടയാള നിയമം 9(2) പ്രകാരം പ്രസിദ്ധപ്പെടുത്തിയതിനു ശേഷമുള്ള പരാതികളും കൂടി പരിഹരിച്ച് പൂർണ്ണമായിട്ടും എല്ലാവരുടെ അപേക്ഷകള് പൂർണ്ണമായിട്ട് പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് 13 പബ്ലിക്കേഷൻ, അതായത് ഇത് പൂർത്തീകരിക്കണമെന്നുള്ളത് പബ്ലിഷ് ചെയ്തുകൊണ്ട് ഈ റെക്കോർഡുകൾ റവന്യൂ ഭരണത്തിന് കൈമാറാൻ കഴിയുകയുള്ളൂ. ആ രീതിയിൽ തന്നെയാണ് ഈ സംവിധാനം രൂപീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി നാളെയുടെ നാളുകളിൽ ഈ മുട്ടം വില്ലേജിൽ ഇപ്പോൾ നടക്കുന്ന ഈ സർവേ ആരംഭിച്ചിട്ടുള്ള സർവേ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ ഈ നാട്ടിലുള്ള എല്ലാ ഇപ്പം എത്ര വസ്തു അധികമായിട്ട് മിച്ചഭൂമിയായിട്ട് എത്ര വസ്തുവുണ്ട്, ഗവൺമെന്റിനായിട്ടുള്ള എത്ര വസ്തുക്കളുണ്ട്, പഞ്ചായത്തിന്റെ ആശ്രയിച്ചിട്ടുള്ള എത്ര വസ്തുക്കളുണ്ട്, എല്ലാത്തിന്റെയും കൃത്യമായ രേഖകളും വിവരങ്ങളും ഇതിനോടൊപ്പം കിട്ടുമെന്നും നാളെയുടെ നാളുകളിൽ ഭൂമി ഇല്ലാത്തവർക്ക് സർക്കാർ ഭൂമിയുടെ ഭാഗം കൊടുക്കുന്നതിനുള്ള അളവ് സംവിധാനം ഉൾപ്പെടെയുള്ള ഇത് കൊണ്ടുപോകുന്നതിനും പട്ടയമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം കൈവശം ഇരിക്കുന്ന സ്ഥലം ഇപ്പോൾ തന്നെ അളക്കുന്നതിനും അവരുടെ രേഖകള് റിമാർക്സായി രേഖപ്പെടുത്തിക്കൊണ്ട് പോകുന്നതിനും നാളെയുടെ നാളുകളിൽ വളരെ എളുപ്പം തന്നെ പട്ടയം കിട്ടുന്നതിനുള്ള സംവിധാനം ഈ ഡിജിറ്റൽ സർവേയിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. എനിവേ എല്ലാ അർത്ഥത്തിലും ഈ സർവേ പൂർത്തീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ വരും തലമുറകളെ സംബന്ധിച്ച് നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞ പോലെ എവിടെയെങ്കിലും ലോകത്തിന്റെ ഏത് മാതൃകയിൽ ഇരുന്ന് എവിടെ ഇരുന്നാലും ഏത് ഭാഗത്തിരുന്നാലും ഡിജിറ്റലായിട്ട് തന്നെ ഈ നമ്മുടെ മൊബൈലിൽ തന്നെ ഇത് സെർച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ പുരയിടം എവിടെയാണെന്നും അതിന്റെ കംപ്ലീറ്റ് അളവുകൾ എത്രയാണെന്നും അതിന് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുത്തുന്നതിനും എത്ര സെന്റ് ഉണ്ടെന്നുള്ള പൂർണ്ണ വിവരം നമുക്ക് ലഭ്യമാകും എന്നുള്ള വിവരം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ വരും തലമുറയ്ക്ക് ഇതൊരു മുതൽക്കൂട്ടായിരിക്കും. ഇന്നുപോലെയല്ല, ഇവിടെ കേരളത്തെ സംബന്ധിച്ച് എല്ലാവരും മൈഗ്രേഷനാണ്. കാനഡയിലായാലും മറ്റുള്ളവരായാലും എഡ്യൂക്കേഷനിലായിട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ നാട്ടിലോട്ട് വരാത്ത സംവിധാനമുള്ളത്. അപ്പോൾ നമ്മുടെ മക്കൾക്കും ഭാവി തലമുറയ്ക്കും ഇത് വളരെ പൂർണ്ണമായിട്ടും ഉപകാരപ്രദമായ ഒരു സംവിധാനമാണെന്നും നമ്മളെ പഞ്ചായത്തിൽ ഒരു വീട് വെക്കുന്നതിന് നമ്മൾ നാളെ ഒരു സ്കെച്ച് എടുക്കേണ്ട ആവശ്യമില്ല. അതോടൊപ്പം ഈ ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കുമ്പോൾ അതിനുൾപ്പെടെയുള്ള രേഖകളും ഇതിൽ നിന്ന് തന്നെ കിട്ടുമെന്ന് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന 23 സർട്ടിഫിക്കറ്റിനോടൊപ്പം നിങ്ങളുടെ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ പൊസഷൻ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ കണ്ടപ്പേര് സർട്ടിഫിക്കറ്റ്, നിങ്ങൾക്കുള്ള എല്ലാ ഡോക്യുമെന്റുകളും ഇപ്പോൾ ഒരു ആധാരം നഷ്ടപ്പെട്ടാൽ തന്നെ നമ്മൾ തന്ന ഈ സ്മാർട്ട് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഭൂമി പൂർണ്ണമായിട്ടും നാളെയുടെ നാളുകളിൽ സംരക്ഷിക്കപ്പെടുമെന്നും ഉറപ്പാക്കിക്കൊണ്ട് ഞാനിവിടെ എന്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പഞ്ചായത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള എല്ലാവർക്കും ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ പി ജെ ജോസഫ് സാർ അവർ എംഎൽഎയോടുള്ള നന്ദി കടപ്പാടും അറിയിച്ചുകൊണ്ടും എന്റെ പ്രസംഗത്തിൽ നിന്നും പിന്മാറുകയാണ്. ജയിക്കുന്നത്. അടുത്ത ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ എൻ കെ ബിജുവിനെ ക്ഷണിച്ചാണ്.
മുട്ടത്തെ വില്ലേജ് ഡിജിറ്റൽ സർവേയുടെ ഉദ്ഘാടന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ നമ്മുടെ എല്ലാം വളരെ പ്രിയങ്കരനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മേഴ്സി ദേവസ്യ, ഈ യോഗത്തിന് കൃത്യമായ സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് ഡയറക്ടർ സർവേയുടെ ബഹുമാനനായ ശ്രീ ഷാജി കെ പണിക്കർ, ബഹുമാനനായ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ പി ജെ ജോസഫ് സാർ, ഡിജിറ്റൽ സർവേയെക്കുറിച്ച് വളരെ വിശദമായി ഒരു ക്ലാസ് പോലെ തന്നെ വിശദീകരിച്ച ബഹുമാനപ്പെട്ട സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ പ്രകാശ് സാർ, എന്റെ ബ്ലോക്ക് പഞ്ചായത്ത് സഹപ്രവർത്തക ശ്രീമതി ഗ്ലോറി കെ പൗലോസ്, ബഹുമാനായ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ബിജോയ് ജോൺ, പ്രിയപ്പെട്ട ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ മുട്ട ഗ്രാമപഞ്ചായത്ത് അഡ്വക്കേറ്റ് അരുൺ ചെറിയാൻ, വളരെ പ്രിയപ്പെട്ട ശ്രീ റജി ഗോപി, ശ്രീമതി കുട്ടിയമ്മ മൈക്കിൾ, ശ്രീ ജോസ് ജോസഫ്, പ്രിയമുള്ള എനിക്ക് മുമ്പിലിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, സർവേയുടെ വിവിധ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥന്മാരെ, പ്രിയമുള്ളവരെ, ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ ഞാനടക്കം എല്ലാ ജനപ്രതിനിധികൾക്കും ഈ ഡിജിറ്റൽ സർവേ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയില്ല. പക്ഷെ നമ്മുടെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി ഡയറക്ടർ പ്രകാശ് സാർ അരമണിക്കൂർ കൊണ്ട് വളരെ ഹ്രസ്വമായി ഇതിനെക്കുറിച്ച് വളരെ സാങ്കേതികമായി അതിന്റെ സാങ്കേതികത്തെ കുറിച്ചിട്ട് വളരെ വിശദമായി പറഞ്ഞു. എന്റെ ഭൂമി എന്ന പോർട്ടൽ മുഖേന ജനങ്ങൾക്ക് തങ്ങളുടെ സ്ഥലങ്ങൾ വളരെ സുതാര്യമായി ഡിജിറ്റൽ സർവേ നടത്തുന്നതിനും അത്തരം സർവേ തന്റെ ഭൂമിയുടെ അതിർത്തിയൊക്കെ വളരെ ശാസ്ത്രീയമായി തന്നെ കണ്ടെത്താൻ കഴിയുന്ന വളരെ സുതാര്യമായ ഒരു പരിപാടിയാണ് ഗവൺമെന്റ് എത്തിയിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് മാത്രം പറയുന്നു. നമുക്കറിയാം, പലപ്പോഴും ഇവിടെ മലങ്കര ഡാമുണ്ട്, വിവിധ തോടുകളുണ്ട്. അപ്പൊ നമ്മുടെ ബൈപ്പാസ് നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് ഒരുപാട് പുറമ്പോക്ക് ഭൂമി ഉള്ളതായിട്ട്, പക്ഷെ അതിനൊന്നും ഒരു കറക്റ്റായിട്ട് അറിവില്ല. അപ്പൊ അങ്ങനെ സങ്കീർണമായ ചില പ്രശ്നങ്ങളുണ്ട്. അതിനൊരു നമുക്കൊരു ഉത്തരം കിട്ടും. അതുപോലെ തന്നെ പല സ്ഥലത്തും സാർ പറഞ്ഞതുപോലെ തന്നെ പല സ്ഥലത്തും ഭൂമി സംബന്ധമായ സങ്കീർണമായ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ആ തർക്കങ്ങൾ ശാസ്ത്രീയമായി തന്നെ പരിഗണിക്കപ്പെടും. പിന്നെ പല സ്ഥലത്തും ഞാൻ പലപ്പോഴും അങ്ങനെയുള്ള സ്ഥലത്ത് പോയിട്ടുണ്ട്. സ്ഥലം ഉടമയ്ക്ക് 20 സെന്റ് സ്ഥലമായിരിക്കും ഉള്ളത്, പക്ഷെ ആധാരം പലപ്പോഴും 25-30 സെന്റ് സ്ഥലമാണ്. അപ്പൊ ആ സ്ഥലം സാധൂകരിക്കുന്നതിന് വേണ്ടി സർവേ നമ്മളിപ്പോ താലൂക്ക് സർവേറെയാണ് അത്തരം ശാസ്ത്രീയമായ നമ്മൾ വിളിച്ചു വരുന്ന ആൾ ഉദ്യോഗസ്ഥൻ. അപ്പോ 20 സെന്റ് സ്ഥലമുള്ള ആൾ 30 സെന്റിന്റെ ആധാരമുണ്ട്. ആ 30 സെന്റ് രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് പരമ്പരാഗതമായി കൈവശം സൂക്ഷിച്ചിരിക്കുന്ന മറ്റ് പലരുടെയും സ്ഥലത്തിലേക്ക് കയ്യേറി അളക്കുന്നത് നമ്മൾ കണ്ടുണ്ട്. അപ്പൊ പിന്നെ കറക്റ്റ് ആധാരവും ഇതെല്ലാം അതിർത്തിയൊക്കെയുള്ള ആളുകൾ നമ്മൾ വിളിച്ച് നമ്മൾ വരുത്തുമ്പോൾ നമ്മളത് പറയും. പക്ഷെ സർവേ ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും ഞങ്ങൾ പോലീസിനെ വെച്ചിട്ടാണ് ഇപ്പോൾ അളക്കും എന്ന് വളരെ ധിക്കാരപരമായി പറഞ്ഞു പോകുന്ന ചില സന്ദർഭങ്ങളിൽ ഒരു ജനപ്രതിനിധി തന്നെ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് പോലീസ് വന്ന് നിന്നാൽ പോലും നമ്മൾ തുടർന്ന് അളക്കാൻ നമ്മൾ സമ്മതിക്കുന്നില്ല. അത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കൂടി ഇത് കഴിയും എന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും നന്നായിട്ട് ഈ പരിപാടി പോകട്ടെ. ജനപ്രതിനിധി ഞങ്ങളുടെയൊക്കെ ജനപ്രതിനിധിയുടെ ഒരു അവസാന ഘട്ടത്തിലേക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. എങ്കിലും ഈ വേദിയിലിരിക്കുന്ന ജനപ്രതിനിധികളും ഇനി വരാൻ പോകുന്ന ആളുകളും ഈ സുതാര്യമായ നടപടിക്ക് എല്ലാ തരത്തിലുമുള്ള പിന്തുണ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. സംസാരിക്കുന്നതിന് വേണ്ടി മുട്ടായി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ബിജോയ് ജോണിനെ ക്ഷണിച്ചു. ഡിജിറ്റൽ സർവേയുടെ അധ്യക്ഷ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ മേഴ്സി ദേവസ്യ, നമ്മുടെ ഈ ഡിജിറ്റൽ സർവേ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത തൊടുപുഴയുടെ പ്രിയങ്കരനായ MLA ശ്രീ പി ജെ ജോസഫ് സാറ്, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രതിനിധിയായിരിക്കുന്ന ശ്രീ ഗ്ലോറി കെ പൗലോസ്, ശ്രീ ND ബിജു, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിയപ്പെട്ട അരുൺ ചെറിയാൻ, ശ്രീ ജോസ് കടപ്പിലക്കുന്നൽ, ശ്രീ റജി ഗോപി, നമുക്ക് സ്വാഗതം ആശംസിച്ച ഷായ് സാറ്, അതുപോലെ തന്നെ വിഷയാവതരണം നടത്തിയ പ്രകാശ് സാറ്, മറ്റ് ഉദ്യോഗസ്ഥ മേധാവികളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ,
ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജനപങ്കാളിത്തത്തോടെ സുതാര്യവും അതുപോലെ തന്നെ പരാതിരഹിതവുമായ ഒരു ഡിജിറ്റൽ സംവിധാനത്തിലൂടെ നമ്മുടെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്ന വലിയ ഒരു സങ്കല്പത്തിന്റെ സാക്ഷാത്കാരമാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ കാര്യം സംസാരിക്കുമ്പോൾ ഈ ഒരു ഡിജിറ്റൽ സർവേ വളരെ കാലങ്ങൾക്ക് മുമ്പേ തന്നെ വരേണ്ട ഒരു പ്രവർത്തനമായിരുന്നു എന്നാണ് എനിക്ക് ഈ സമയം പറയാനുള്ളത്. നമുക്കറിയാം, നമ്മൾ വില്ലേജ് ഓഫീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ BTRന്റെ കോപ്പിയും സർവേ പ്ലാനും ഒക്കെ എടുക്കുമ്പോൾ പൊടിഞ്ഞു വീഴുന്ന പുസ്തകക്കെട്ടുകളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒന്ന് താഴെ വീണ് കഴിഞ്ഞാൽ പല ആളുകളുടെയും BTRന്റെ കോപ്പിയോ അല്ലെങ്കിൽ സർവേ പ്ലാനോ എല്ലാം നശിച്ചു പോകുന്ന ഒരവസ്ഥ. മുഴുവൻ 50 വർഷം 60 വർഷം പഴക്കമുള്ള ഫയലുകളാണ്. എന്നാൽ ഇനി അത് നാശമില്ലാത്ത, ഒരിക്കലും നശിച്ചു പോകില്ലാത്ത ഒരു ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ഇതിന്റെ രേഖകളെല്ലാം സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഇത് പറയുമ്പോൾ ഇവിടെ ബിജു പറഞ്ഞ പോലെ തന്നെ ഈ 2-3 തലമുറയായിട്ട് നമ്മുടെ പല ആളുകളുടെ സ്ഥലങ്ങൾ എഴുതി കൈമാറാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. പല കുടുംബങ്ങളിലും പല ആളുകളും വീതം വെക്കുമ്പോഴൊക്കെ യഥാസമയം മക്കൾക്കൊക്കെ എഴുതി കൊടുക്കാൻ പറ്റാതെ മരണപ്പെട്ടവരും ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ സ്ഥലങ്ങൾ കൈമാറാൻ പറ്റാതെ അങ്ങനെ സ്ഥലം ലഭിക്കാതെ ഒരു വീട് പോലും വെക്കുവാൻ പറ്റാത്ത അവസ്ഥയിൽ ദുരിതം അനുഭവിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. ആ ആളുകൾക്കൊക്കെ എനിക്ക് തോന്നുന്നത് വലിയൊരു പരിഹാരം ആകും ഈ ഡിജിറ്റൽ സർവേ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം, പണ്ട് കാലങ്ങളിൽ ഒരു 20-25 വർഷം പുറകില് റീസർവേ എന്ന് പറഞ്ഞൊരു മഹത്തായ പദ്ധതി നടന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ 10 സെന്റ് ഭൂമി ഉണ്ടായിരുന്ന ആളുകൾക്ക് ചിലപ്പോൾ റീസർവേ വന്നു കഴിഞ്ഞപ്പോൾ 6 സെന്റ് 7 സെന്റിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആധാരത്തിൽ ചിലപ്പോൾ 10 സെന്റ് 15 സെന്റ് സ്ഥലമായിരിക്കും. അളന്നപ്പം 7 സെന്റ്, റിസർവേ പ്ലാനിൽ 7 സെന്റ്, വില്ലേജ് നോക്കുമ്പോൾ രേഖകൾ അങ്ങനെയാണ്. പക്ഷെ അത് പരിഹരിക്കപ്പെടുവാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഈ ഡിജിറ്റൽ സർവേ വരുന്നതോടെ പരിഹരിക്കപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. പല ആളുകൾക്കും ഇത്തരം അനുഭവങ്ങൾ നേരിട്ടതുകൊണ്ട് പല വിധമായ ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടുന്നുണ്ട്. ബാങ്ക് ലോണിനൊക്കെ ഈ ഡിജിറ്റൽ സർവേ സ്മാർട്ട് കാർഡ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു ലോൺ എടുക്കുന്നത് ഏകദേശം ഒരു മാസക്കാലത്ത് 5 ലക്ഷം രൂപയുടെ ലോൺ എടുക്കണമെങ്കിൽ ഒരു 10-15 ദിവസം നമുക്ക് അതിന്റെ പിന്നാലെ നടന്നെങ്കിൽ മാത്രമാണ് വില്ലേജിൽ നിന്നും അതുപോലെ തന്നെ താലൂക്കിൽ നിന്നും ഒക്കെയുള്ള സർട്ടിഫിക്കറ്റുകളെല്ലാം ശേഖരിച്ചുകൊണ്ട് നമുക്കൊരു ലോൺ അപ്രൂവൽ ആകുന്നത്. അപ്പൊ ആ സംവിധാനത്തിലൊക്കെ വലിയ മാറ്റം വരുത്തിക്കൊണ്ട് ഉടൻ തന്നെ നമ്മളൊരു ലോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലോൺ സംവിധാനവും ഒക്കെ കിട്ടുന്ന ഒരു നടപടി ഉണ്ടാവും. അതുപോലെ തന്നെ വീടൊക്കെ പണിയുന്ന ആളുകൾക്ക് വളരെ അവരുടെ പ്ലാൻ സ്കെച്ച് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഭൂമി സംബന്ധമായ എല്ലാ രേഖകളും വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാകും. ഒരു ഭൂമി മേടിക്കാൻ ചെല്ലുന്ന ആളുകൾക്ക് വളരെ പ്രയോജനം. കാരണം ഒരു ഭൂമിയെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്ക് ഇത് മാറും. ഒരു നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യ പ്രഭാഷണം നടത്തിയ പ്രകാശ് സാറ് പറഞ്ഞ പോലെ തന്നെ നാട്ടിലെ ആളുകളുമായിട്ട് സഹകരിച്ചുകൊണ്ട് നാട്ടിലെ ഒരു ഗ്രാമസഭ, അതായത് സർവേ ഗ്രാമസഭ, ആ ഗ്രാമസഭയ്ക്ക് വളരെ പ്രയോജനമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ആളുകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പറമ്പിന്റെയൊക്കെ അതിരുകൾ നമ്മൾ തന്നെ വെട്ടിത്തെളിച്ച് നമ്മുടെ യഥാർത്ഥമായ ഭൂമിയുടെ അതിരുകൾ കൃത്യമായി കാണിച്ചുകൊണ്ട് റീസർവേയിലുള്ള അപാകതകൾ പരിഹരിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകണം. അതിന് നാട്ടിലെ ജനങ്ങളുടെ പങ്കാളിത്തവും അവരുടെ സഹകരണവും വളരെ അനിവാര്യമാണ്. അല്ലെങ്കിൽ പണ്ട് റീസർവേ വന്നിരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പറമ്പിന്റെ അറ്റത്ത് ചെന്നിട്ട് ആ പറമ്പ് ആരുടെയാണ്, അപ്പുറത്തെ പ്ലോട്ട് ആരുടെയാണ്, ഈ സ്ഥലം ആരുടെയാണ്, ആ തൊട്ട അയൽവക്കക്കാരൻ നമ്മുടെ സ്ഥലത്തിന് പറഞ്ഞു കൊടുക്കുന്ന അതിരുകളും അതുപോലെ തന്നെ അതിർത്തികളും കാണിച്ചു കൊടുത്ത് അതൊക്കെ റീസർവേയിൽ വന്നതിന്റെ ഒത്തിരി ദുരിതങ്ങൾ അനുഭവിച്ച ഒട്ടേറെ ആളുകളുണ്ട്. അപ്പൊ യഥാർത്ഥമായ കാര്യങ്ങൾ ചില വഴികളൊക്കെ സർക്കാർ റോഡുകൾ പോലും ആയ റെക്കാർഡുകളിൽ സ്വകാര്യ വഴികളൊക്കെ റെക്കാർഡുകൾ ഗവൺമെന്റ് വഴികളായിട്ട് സർക്കാരിന്റെ വഴികളായിട്ടൊക്കെ വരെ എഴുതിപ്പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു അപാകത തീർച്ചയായിട്ടും ഈ ഡിജിറ്റൽ സർവേയിലൂടെ അങ്ങനെയുള്ള ഒരാപാകത ഉണ്ടാകാതെ പരിഹരിക്കപ്പെടാൻ കഴിയും. ഇതിന് നമ്മുടെ നാട്ടിലെ എല്ലാവിധ ജനങ്ങളിലെയും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ ഡിപ്പാർട്ട്മെന്റിനോടൊപ്പം, സർവേ ഡിപ്പാർട്ട്മെന്റിനോടൊപ്പം ഉണ്ടാവും. അതിന് വേണ്ട ക്രമീകരണങ്ങൾ പഞ്ചായത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിത്തരും എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് എന്റെ ഒഴിവാക്കി നടത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ അഡ്വക്കേറ്റ് ചെറിയ ക്ഷണിച്ചു.
ഏറെ ബഹുമാനിയായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് മേഴ്സി ദേവസ്യ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത പ്രകൃതിയുടെ പ്രിയങ്കരനായ MLA ശ്രീ പി ജോസഫ് അവർ ഈ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ ജനപ്രതിനിധികളെ പ്രിയമുള്ള റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ, ഇവിടെ വളരെ വിശദമായി തന്നെ ഇവിടുന്ന് വയറ് അറിഞ്ഞു വേണം ഭക്ഷണം കഴിക്കാനെന്ന് പറഞ്ഞതുപോലെ പ്രകാശ് സാറിൻ്റെ ക്ലാസ്സിന് ശേഷം വളരെ വിശദമായി എന്താണ് ഡിജിറ്റൽ സർവേ എന്ന് എല്ലാവർക്കും വളരെ വിശദമായി പറഞ്ഞതിന് ശേഷം ഇനി അതിനെപ്പറ്റി ഇവിടെ ആരും പ്രസംഗിച്ചിട്ടോ പ്രത്യേകിച്ച് കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. എന്നിരുന്നാലും ഇവിടെ ആവശ്യപ്പെട്ട പ്രകാരം ഒരു ജനപ്രതിനിധി നിലയിൽ ഇവിടെ ഈ മുട്ടം പഞ്ചായത്തിലെ മുട്ടം വില്ലേജിൽ നടത്തുന്ന ഡിജിറ്റൽ സർവേക്ക് എന്ത് വിധത്തിലുള്ള പിന്തുണയ്ക്കും തയ്യാറാണെന്ന് ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഈ പദ്ധതി ഈ നാടിൻ്റെ ഒരു പുതിയ തലമുറയ്ക്ക് ഒരു വലിയ മാതൃകയായി മാറുവാനും അതോടൊപ്പം നമുക്കറിയാം കാലഘട്ടത്തിനനുസരിച്ച് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും എല്ലാ സംവിധാനങ്ങളും മാറുകയാണ്. അപ്പോൾ ഡിജിറ്റൽ മണിയിലേക്കൂടെ കടന്നു വന്നിരിക്കുന്ന സാഹചര്യം ഒരു ഡിജിറ്റൽ സർവേ കൂടി വന്നുകൊണ്ട് എല്ലാ മേഖലകളിലും ഡിജിറ്റൽവൽക്കരിച്ചുകൊണ്ട് ആധുനിക മേഖലയിലേക്ക് കടന്നു വന്ന റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിനും ഈ പ്രസ്ഥാനത്തും എല്ലാവിധ ഭാഗങ്ങളും നന്ദി നമസ്കാരം ചെയ്യുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ജോസ് കടുത്തലിനെ ക്ഷണിച്ചു. ഏറ്റവും ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷ നമ്മുടെ പ്രിയങ്കര ശ്രീമതി മേഴ്സി ദേവസ്യ, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ പി ജോസഫ് സാർ അവർ, വിഷയാവതരണം നടത്തിയ ബഹുമാനപ്പെട്ട സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രകാശ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജോയ് ജോൺ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീ വിജയ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗ്ലോറി കെ പൗലോസ്, സഹ മെമ്പർമാരായ കുട്ടിയമ്മ റജി ഗോപി, സ്നേഹമുള്ള ഡിജിറ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥരെ, സ്നേഹമുള്ള നാട്ടുകാരെ, വളരെ വിശദമായി ഒരു ഡിജിറ്റൽ സർവേയെക്കുറിച്ച് അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മുടെ പഞ്ചായത്തിലെ ഡിജിറ്റൽ സർവേ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഓഫീസും അതിന്റെ അനുബന്ധ പ്രവർത്തനങ്ങളും ഇന്ന് ആരംഭിക്കുകയാണ്. തൊടുപുഴ നിയോജകമണ്ഡലത്തിൽ മണക്കാട് പഞ്ചായത്തിലെ സർവേക്ക് ശേഷമാണ് അവർ ഈ നമ്മുടെ പഞ്ചായത്തിലേക്ക് കടന്നുവന്നിരിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ സർവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനും അതിന്റെ വിശദമായ കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം ബഹുമാനപ്പെട്ട പ്രകാശ് സാർ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ആ ഒരു ഡിജിറ്റൽ സർവേ സംബന്ധിച്ചുള്ള എല്ലാ വിശദമായ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുകയും അതിന്റെ പോരായ്മ ഉണ്ടാകുന്ന നേട്ടങ്ങളും അത് നമ്മൾ സഹകരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പോഷകത്തെക്കുറിച്ചുമെല്ലാം വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി സംസാരിക്കേണ്ട ഒരു അവസ്ഥയില്ലാത്തതുകൊണ്ട് ഈ ഡിജിറ്റൽ സർവേക്ക് എല്ലാവിധ പിന്തുണ നേരുകയും അതോടൊപ്പം തന്നെ എന്റെ വാർഡായ 6-ാം വാർഡിലെ എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി റജി ഗോപിയെ ക്ഷണിച്ചു. ഈ യോഗത്തിൻ്റെ ഏറ്റവും ബഹുമാനിയായ അധ്യക്ഷ, മുട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റും ആയ ശ്രീമതി മേഴ്സി ദേവസ്യ, അതുപോലെ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട MLA ശ്രീ പി ജെ ജോസഫ് സാറ്, അതുപോലെ എന്നോടൊപ്പം ഈ വേദിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുട്ടം ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ, അതുപോലെ നമുക്ക് നല്ലൊരു വിഷയാവതരണം അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ പ്രകാശ് സാറ്, അതുപോലെ ഈ ഡിജിറ്റൽ സർവേയായിട്ട് ബന്ധപ്പെട്ട പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെ, അതുപോലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വലിയൊരു പ്രസംഗത്തിനൊന്നും ആവശ്യമില്ല. എങ്കിൽ പോലും നമ്മൾക്കറിയാം, വളരെ ഈ ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസത്തെ ഗ്രൂപ്പുകളിലൊക്കെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആളുകൾക്കുള്ള ആശങ്ക എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡിജിറ്റൽ സർവേയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഭൂമി നഷ്ടപ്പെട്ടു പോലെ അല്ലെങ്കിൽ കുറഞ്ഞു പോകുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല സംശയങ്ങളും എന്നോടടക്കം ചോദിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഞങ്ങൾ ജനപ്രതിനിധികളെ സംബന്ധിച്ച്
വാർഡിന്റെ പല വിവിധ പ്രദേശങ്ങളിൽ സ്ഥലസംബന്ധമായിട്ടുള്ള നിരവധി തർക്കങ്ങൾ അഭിമുഖീകരിച്ച ഒരാൾ എന്ന നിലയിൽ പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഗവൺമെന്റ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. ആ കാര്യത്തിൽ ഞങ്ങളെല്ലാ ജനപ്രതിനിധികളും വളരെയധികം സന്തോഷം കൊള്ളുകയാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ വാർഡിലാണെങ്കിൽ പോലും ഈ അടുത്ത കാലത്ത് ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട ഭൂമി സംബന്ധമായിട്ടുള്ള ചില അതിർത്തർക്കങ്ങൾ നിലവിൽ പല വീടുകളിലും ഉണ്ടാവുകയും അതുപോലെ ഇപ്പം പറഞ്ഞാൽ നമുക്ക് തോട്ടുകര ലക്ഷദ്വീപിന്റെ ഭാഗത്ത് 1-2 വീടുകൾ ഇതുപോലെ അതിൻ്റെ ഉറപ്പായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഭൂമി അളന്നു കഴിഞ്ഞപ്പോൾ കുറഞ്ഞു പോകുന്ന അവസ്ഥയൊക്കെയാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒരു തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ പരിഹരിക്കാനും നമുക്ക് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ നമുക്കറിയാം. ഇപ്പം നമ്മുടെ പഞ്ചായത്ത് ഓഫീസാണെങ്കിലും വില്ലേജ് ഓഫീസാണെങ്കിലും ഡിജിറ്റൽ രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾക്ക് അവരുടെ വിരൽത്തുമ്പിലൂടെ ഫോണിലൂടെ തന്നെ അവരുടെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ അവരുടെ കാര്യങ്ങൾ പരിഹരിക്കാനുള്ള സംവിധാനം കൂടിയാണ് നമ്മൾ ഗവൺമെന്റ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ആരോപണ നിലയിൽ എൻ്റെ ഈ വാർഡിൽ തന്നെ ഒരു ഓഫീസ് വന്ന കാര്യത്തിൽ പ്രത്യേക ഒരു അഭിനന്ദനങ്ങൾ ഇതിന്റെ മുഴുവൻ സംഘാടകർക്ക് ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. അതുപോലെ ഈ പരിപാടി പൂർണ്ണമായിട്ട് നല്ല വിജയകരമായിട്ട് ഈ വേദി നിറഞ്ഞിരിക്കുന്ന രീതിയിലും ഇതിനകത്ത് ഇടപെടലുകൾ നടത്തിയ മുഴുവൻ ആളുകൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നല്ല നമസ്കാരം. യോഗത്തിന് നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ശൈലജ മാഡത്തെ ക്ഷണിക്കുന്നു. സൂപ്രണ്ട് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീമതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മെസ്സി രഹസ്യ, കൂടാതെ ഉദ്ഘാടനം നടത്തിയ തൊടുപുഴ MLA നിയോജക മണ്ഡലം MLA PJ ജോസഫ് സർ, മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം NK ബിജു സാർ, ശ്രീമതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഗ്ലോറി, മറ്റ് മെമ്പർമാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, മറ്റു വകുപ്പ് തലത്തിൽ ഉൾപ്പെട്ടു വരുന്ന സർവേ, റവന്യൂ, മറ്റ് ഉദ്യോഗസ്ഥരെ എല്ലാവർക്കും നമസ്കാരം. പൊതുജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഡിജിറ്റൽ സർവേയെ കുറിച്ച് വളരെ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളും അത് വില്ലേജിലേക്ക് പോയാൽ, അതായത് നമ്മുടെ ഡിജിറ്റൽ സർവേയിൽ നിന്ന് അത് 13 പബ്ലിഷ് ചെയ്ത് വില്ലേജ് ഓഫീസിലേക്ക് കൈമാറിക്കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചും വളരെ വിശദമായി നമ്മുടെ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി ഡയറക്ടർ പ്രകാശ് സാർ ഇവിടെ വിശദീകരിച്ചു. അതുപോലെ തന്നെ നമ്മുടെ സ്വാഗതം ആശംസിച്ച ഷാജി സാറും അതിനെക്കുറിച്ച് ഒരു ലഘുവിവരണം ഇവിടെ നടത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അതിന്റെ കൂടുതലായ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രധാനമായും നമുക്ക് പൊതുജനങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടില്ലാതെ അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മുട്ടം വില്ലേജിൽ നമ്മുടെ ഈ വർക്ക്, അതായത് ഡിജിറ്റൽ സർവേ പൂർത്തീകരിക്കുന്നത് വരെ നമ്മുടെ ഈ ക്യാമ്പ് ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എന്ത് സംശയങ്ങൾ പൊതുജനങ്ങൾക്ക് വന്നാലും അവർക്ക് അവരുടെ ഭൂമിയെ കുറിച്ച് വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും സംശയങ്ങളും തീർക്കുവാനായിട്ട് നമ്മളുടെ ഉദ്യോഗസ്ഥർ, സർവേ ഉദ്യോഗസ്ഥർ ഈ ക്യാമ്പിൽ രാവിലെ 10 മുതൽ 5 മണി വരെ തന്നെ ഇവിടെ ഉണ്ടാവുകയും അവർക്ക് അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും എല്ലാം ഇവിടെ എല്ലാം റെഡിയായി നമ്മൾ സജ്ജീകരമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ ഡിജിറ്റൽ സർവേയുടെ ബാക്കി തുടക്കം മുതലുള്ള കാര്യങ്ങളെ കുറിച്ച് സാർ പറഞ്ഞതുകൊണ്ട് ഇനി കൂടുതലായി വിശദീകരിക്കുന്നില്ല. എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നമ്മുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച ഈ ഡിജിറ്റൽ സർവേ ഉദ്ഘാടന സംബന്ധമായി അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ച ശ്രീമതി മേഴ്സി മാഡം വളരെ തിരക്കേറിയ സമയത്താണെങ്കിൽ പോലും നേരത്തെ കൂടി തന്നെ ഇവിടെ നമുക്ക് നമ്മുടെ ഉദ്ഘാടന ചടങ്ങിൽ എത്തുകയുണ്ടായി. മാഡത്തിനെ വളരെ ബഹുമാനത്തോടെ, ആദരവോടെ, സ്നേഹത്തോടെ തന്നെ ഞാൻ അറിയിച്ചു. കൂടാതെ
നമ്മളെ ഉദ്ഘാടനം ചെയ്ത വളരെ തിരക്കിനിടയിൽ പോലും നമ്മൾ വീട്ടിൽ ചെന്ന് പറഞ്ഞപ്പോഴേക്കും സാർ ആ ഒരു ഡേറ്റ് നോക്കി നമുക്ക് ഇന്ന ഡേറ്റ് തരാമെന്ന് തന്നെ പറഞ്ഞ് എനിക്ക് ആദ്യം തന്ന ഡേറ്റ് നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നെങ്കിലും ഉടനെ തന്നെ നമ്മൾ വിളിച്ചു പറഞ്ഞ സമയത്ത് തന്നെ സാറിന്റെ അടുത്ത ഡേറ്റ് തന്നെ ഞങ്ങൾക്ക് ഈ ഉദ്ഘാടനം മുട്ടം വില്ലേജിന്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നമുക്ക് ഇന്ന് ഈ ഡേറ്റ് ഈ സമയത്ത് തന്നെ നൽകുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട MLA തൊടുപുഴ നിയോജക മണ്ഡലം MLA ശ്രീ വിജയ ജോസഫ് സാറിന് ഈ അവസരത്തിൽ ഞാൻ സ്നേഹത്തോടെ ആദരവോടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ നമ്മുടെ ഈ ഉദ്ഘാടന ചടങ്ങിൽ എത്തിച്ചേർന്ന ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഗ്ലോറി കെ പൗലോസ് മേഡത്തിനും ഈ അവസരത്തിൽ സ്നേഹത്തോടെ ആദരവോടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീ NK ബിജു സാറിനും ഈ അവസരത്തിൽ ആദരവോടെ സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സർ ബിജോയ് ജോൺ സാറിനും ഈ അവസരത്തിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ നമ്മുടെ ഈ ഉദ്ഘാടന ചടങ്ങിൽ എത്തിച്ചേർന്ന ഈ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ സാർ ഈ അവസരത്തിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വാർഡ് മെമ്പർമാർ 6ാം വാർഡ് മെമ്പർ ശ്രീ ജോസഫ് സാറിനും 9ാം വാർഡ് മെമ്പർ ശ്രീമതി കുട്ടിയമ്മ മേഡത്തിനും 13ാം വാർഡ് മെമ്പർ ശ്രീമതി റിൻസി സുനീഷ് മേഡത്തിനും മറ്റ് സഹപ്രവർത്തകർ സർവേ ഡിപ്പാർട്ട്മെന്റിലെയും മറ്റ് വകുപ്പുകളിലെയും സഹപ്രവർത്തകർ നമ്മുടെ മുട്ടം ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ടിരുന്ന എല്ലാ ബോർഡുടമസ്ഥർ പൊതുജനങ്ങൾ കൂടാതെ നമ്മുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങൾ മറ്റുള്ള എല്ലാ സംഘാടകർ നമുക്ക് ഈ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി ഇവിടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തന്ന നമ്മുടെ സംഘാടകർ കൂടാതെ നമുക്ക് ഈ ഡിജിറ്റൽ സർവേക്ക് വേണ്ടി നമുക്കൊരു കെട്ടിടം തന്നെ തന്ന് സഹകരിച്ച നമ്മുടെ കെട്ടിട ഉടമ മറ്റു എല്ലാവർക്കും വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റുള്ള എല്ലാ അംഗങ്ങൾക്കും ഞാൻ ഈ അവസരത്തിൽ നമ്മുടെ ഡിജിറ്റൽ സർവേയുടെ പേരിലും മറ്റും നന്ദി അറിയിച്ചു കൊടുക്കുന്നു. കൂടാതെ ഒരു കാര്യം കൂടി ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ഡിജിറ്റൽ സർവേക്ക് വേണ്ടിയിട്ട് ഒരു ഹെഡ് സർവേയെയും ഒരു ഡ്രാഫ്റ്റ്മാനെയും നമ്മൾ ഇവിടെ DD തലത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് അജീഷ് എന്ന് പറഞ്ഞ ഹെഡ് സർവേയറാണ്. ഹെഡ് സർവേയർ അജീഷ് സാറിനും കൂടാതെ ഹെഡ് ഡ്രാഫ്റ്റ്മാൻ ശിവപ്രസാദ് സാറിനും ഈ അവസരത്തിൽ ഞാൻ സ്നേഹത്തോടെ ആദരവോടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമസ്കാരം. യോഗം അവസാനിച്ചിരിക്കുന്നു.
മൊബൈൽ വേണ്ട. അത് മതി.